സഹൃദയരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയും സാംസ്കാരികോത്സവവും ഈ മാസം 13 വരെ കനകക്കുന്നിൽ നടക്കുന്നു. 13 ദിവസം നീളുന്ന പുസ്തകമേളയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 350-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ അക്കാദമിക് മേഖലയിലെ പുസ്തകങ്ങളോടൊപ്പം ചരിത്രം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പുസ്തകങ്ങൾ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മേളയിൽ പുസ്തകങ്ങൾ കാണുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാംസ്കാരികോത്സവങ്ങളും പുസ്തക പ്രകാശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. 13 ദിവസം നീണ്ടു നിൽക്കുന്ന DC അന്താരാഷ്ട്ര പുസ്തകമേളയിലും സാംസ്കാരികോത്സവത്തിലും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ജ്ഞാനപീഠം ജേതാവ് ശ്രീ ONV കുറുപ്പ്, കവയത്രി സുഗതകുമാരി, ഡോക്ടർ D ബാബു പോൾ, അടൂർ ഗോപാലകൃഷ്ണൻ, ഋഷിരാജ് സിംഗ് IPS, പ്രിയദർശൻ, മേനക സുരേഷ് കുമാർ, മഞ്ജു വാര്യർ, സിബി മലയിൽ, ഭാഗ്യലക്ഷ്മി, ആനന്ദ്, കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണു, മധു, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബെന്യാമിൻ, മണിയൻപിള്ള രാജു, ശ്രീകുമാരൻ തമ്പി, ജോർജ് ഓണക്കൂർ, റോസ്മേരി, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലും സാംസ്കാരിക സായാഹ്നത്തിലും പങ്കുചേരുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. DC സാഹിത്യോത്സവത്തിൽ ഉൾപ്പെടുത്തി 2ാം ഘട്ടമായി പ്രസിദ്ധീകരിക്കുന്ന 8 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് എഴുത്തുകാരനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ MR തമ്പാൻ അവറുകളാണ്. അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം പറയുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഏറ്റിരുന്ന കവികളായ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, KG ശങ്കരപ്പിള്ള, നിരൂപകൻ V രാജീവൻ എന്നിവർക്ക് ചില അസൗകര്യങ്ങൾ വന്നുപെട്ടതിനാൽ ഈ ചടങ്ങിൽ വരാൻ പറ്റിയില്ല. അവരെയും ഔപചാരികരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു.
DC സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ പുസ്തക പ്രകാശന കർമ്മം എഴുത്തുകാരായ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ പങ്കെടുക്കുന്നുണ്ട്. അശോകൻ ചെരുവിൽ, ചന്ദ്രമതി ടീച്ചർ, TK അനിൽകുമാർ, VH നിഷാദ്, രാജീവ് ശിവശങ്കർ എന്നിവർക്കും DC ബുക്സിൻ്റെ പേരിലും സ്വാഗത സംഘത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഇറക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പുസ്തക സ്നേഹികൾക്കും മാധ്യമ പ്രവർത്തകർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക്. അശോകൻ ചരുവിലിന്റെ കറപ്പൻ എന്ന നോവൽ നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിയിൽ പങ്കെടുക്കുകയും വിജയം വരിച്ചതിന് ശേഷം പുറന്തള്ളപ്പെടുകയും ചെയ്ത ഒരു ദലിതനെ കുറിച്ചുള്ളതാണ്. ഇതിലൂടെ ചില പ്രധാനപ്പെട്ട സമകാലിക പ്രശ്നങ്ങളാണ് അശോകൻ ചരുവിൽ പങ്കുവയ്ക്കുന്നത്. സമീപകാലത്ത് ആനുകാലികങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ലോക പ്രശസ്തരായ കവികളുടെ കവിതാ പരിഭാഷകളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതാ പരിഭാഷകൾ എന്ന പുസ്തകത്തിൽ സമാഹരിച്ചിട്ടുള്ളത്. ചുള്ളിക്കാടിന്റെ പ്രിയതരമായ കാവ്യങ്ങളെ പോലെ തന്നെ ഇതിലെ കവിതകളും മലയാളത്തിന് പുതിയൊരു അനുഭവമാകുന്നു. സൈനികന്റെ പ്രേമലേഖനം എന്ന കൃതി KG ശങ്കരപിള്ളയുടെ ഏറ്റവും പുതിയ കവിതകളുടെ സവിശേഷമായ സമാഹാരമാണ്. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ MR തമ്പാൻ അവർകളാണ്. അദ്ദേഹത്തെ ആദ്യം അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദി അലങ്കരിക്കുന്ന ശ്രീ അശോകൻ ചെരുവിൽ, ശ്രീമതി ചന്ദ്രമതി, TK അനിൽകുമാർ, രാജീവ് ശിവശങ്കർ, VH നിഷാദ്, ബഹുമാന്യരെ, DC പുസ്തകോത്സവം ഒരു പുസ്തക കച്ചവടമേള മാത്രമല്ല, വായനയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ്. 18ാമത് പുസ്തകോത്സവമാണ് ഇവിടെ നടക്കുന്നത്. BJT ഹാളിൽ തുടങ്ങി കനകക്കുന്ന് പാലസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു സാഹിത്യോത്സവമായി ഇതെന്ന് മാറിയിരിക്കുകയാണ്. വായനയുടെ പ്രസക്തിയെക്കുറിച്ച് പ്രസംഗിക്കാനൊന്നും ഞാൻ മുതിരുന്നില്ല. നമ്മുടെ വേദോപനിഷത്തുകളുടെ സത്ത എന്ന് പറയുന്ന സാരാംശം തന്നെ പ്രജ്ഞാനം ബ്രഹ്മയെന്നാണ്, അറിവാണ് ദൈവമെന്നാണ്. ഇത് ഇന്നലകളിലും മാത്രമല്ല, ഇന്നും അത് വായനയ്ക്കാണ് പ്രസക്തി. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന സമൂഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്നാണ് അമർത്യ സെൻ, നോബൽ സമ്മാന ജേതാവായ ഇന്ത്യയുടെ അഭിമാനമായ നോബൽ അമർത്യ സെൻ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന കൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏത് നവോത്ഥാനമായാലും ഏത് വിപ്ലവമായാലും അതിനെല്ലാം പിന്നിൽ അക്ഷരങ്ങളുടെ അഗ്നിജ്വാലകളുണ്ട്, ശക്തിയുണ്ട്. ആ ശക്തി തിരിച്ചറിഞ്ഞ പുസ്തക പ്രസാധനത്തിൻ്റെ ആചാര്യനായിരുന്നു ശ്രീ DC-യുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ ഉത്സവം തന്നെ നടത്തുകയാണ്. 100 കൃതികൾ, 100 ഗ്രന്ഥകർത്താക്കൾ, 100 നോവലുകളും സർഗാത്മക സാഹിത്യത്തിൽ 100 കൃതികൾ പ്രകാശനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഉത്സവത്തിൻ്റെ മുഖ്യ അംശം. അതിൽ 8 കൃതികൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഭാഷയെ, മലയാള ഭാഷയെ ശ്രേഷ്ഠമാക്കുന്നതിന് വേണ്ടിയുള്ള DC ബുക്സിൻ്റെ ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമാണ്. DC-യുടെ കാൽപ്പാടുകൾ അതേപോലെ തന്നെ പിന്തുടരുവാനും കൂടുതൽ DC ബുക്സിനെ ശക്തിപ്പെടുത്താനും DCക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഷയുടെ ശക്തി എന്ന് പറയുന്നത് സർഗാത്മക സാഹിത്യവും വൈജ്ഞാനിക സാഹിത്യമാണ്. അത് രണ്ടും DC ബുക്സ് പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട്. നമ്മുടെ വൈജ്ഞാനിക സാഹിത്യത്തിൽ നമ്മളിന്ന് സമ്പന്നമാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൃതികൾ മാത്രം ആസ്പദമാക്കിയല്ല ഞാനിത് പറയുന്നത്. ലെക്സിക്കൻ മഹാനിഘണ്ടു കേരളത്തിന് വെളിയിൽ ബാംഗ്ലൂരിൽ ഒരു സെമിനാറിൽ ലെക്സിക്കോഗ്രാഫീസിൻ്റെ ഒരു സെമിനാറിന് പങ്കെടുക്കുമ്പോൾ 12 വോളിയമുള്ളത് 8 വോളിയമേ ഇറങ്ങിയിട്ടുള്ളൂ എന്ന ന്യൂനതയുണ്ടെങ്കിലും ഇറങ്ങിയ വോളിയങ്ങൾ മറ്റ് ഭാഷകളുടെ വികസിത ഭാഷകൾക്ക് പോലും ഒരു മാർഗദീപമായിട്ടാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ ലോകത്ത് ഒരു ഭാഷകളിലും വികസിത ഭാഷകൾക്ക് പോലും സാഹിത്യത്തിന് വേണ്ടി 10 വോളിയങ്ങൾ വരുന്ന വിജ്ഞാനകോശം ഇല്ല. അത് നമ്മുടെ മലയാളത്തിന് മാത്രമാണ്.
ഞാൻ ഈയിടെ വിദേശ പര്യടനത്തിന് പോയിരുന്നപ്പോൾ ഷേക്സ്പിയറിൻ്റെ ജന്മദേശത്ത് പോയിരുന്നു. ഒരു സാഹിത്യകാരനെ ഒരു സമൂഹം, ഒരു ജനത എങ്ങനെ ആദരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. എനിക്ക് എന്നോടൊപ്പം വന്നതിനോട് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയുവാൻ കഴിയും, ഇന്ത്യൻ ഭാഷകളിൽ ഷേക്സ്പിയറിൻ്റെ കൃതികൾ സമ്പൂർണ്ണമായി വിവർത്തനം ചെയ്തിട്ടുള്ളത് മലയാളത്തിലാണ്. മലയാളത്തിനേറെ സവിശേഷതകൾ മറ്റു ഭാഷകളുമായി ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ഷേക്സ്പിയറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു മലയാളത്തിൽ. അത് മലയാളത്തിൻ്റെ അഭിമാനം. അത് DC ബുക്സാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഭാഷയുടെ വികസനത്തിൻ്റെ മാനദണ്ഡം അതിൻ്റെ നിഘണ്ടുക്കളാണ്, റഫറൻസ് ഗ്രന്ഥങ്ങളാണ്. നിഘണ്ടുക്കൾ നമുക്ക് എർമൻകുണ്ടത്തിൻ്റെ കാലം മുതൽ നിഘണ്ടുക്കൾ നമുക്കുണ്ടെങ്കിലും അതിലൊരു മേധാവിത്വം ദ്വിഭാഷാ നിഘണ്ടുക്കളും ബഹുഭാഷാ നിഘണ്ടുക്കളും ഉൾപ്പെടെ സംഗ്രഹീത നിഘണ്ടുക്കളും ഉൾപ്പെടെ അതിലൊരു മേധാവിത്വം പുലർത്തിയിരിക്കുന്നത് അതും ഇന്ന് DC ബുക്സാണ്. അത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു നേട്ടമാണ്. ആ നേട്ടങ്ങളോടൊപ്പം തന്നെ ക്ലാസിക് ഭാഷയ്ക്ക് അനുസൃതമായി നമ്മുടെ ഭാഷയെ വികസിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു യത്നമാണ് ഈ 100 കൃതികൾ 100 സാഹിത്യകാരന്മാർ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവിയിൽ വെച്ചതുകൊണ്ട് 100 കോടി രൂപ കിട്ടാൻ പോകുന്നു എന്നൊക്കെയാണ് പലരും പ്രതീക്ഷിക്കുന്നത്. അത് ദൂർത്തടിക്കരുതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 100 കോടി രൂപ പോയിട്ട് 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ്റോ മറ്റാരെങ്കിലുമോ ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ കേരള സർക്കാരിനെ ഏൽപ്പിക്കാൻ പോകുന്നില്ല. ആകെ പറയുന്നത് അത് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഒരു ശ്രേഷ്ഠ ഭാഷയ്ക്ക് മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം മലയാളത്തിന് ചെയറുണ്ടാവും. പിന്നെ നല്ല പ്രബന്ധങ്ങൾക്ക് ഫെലോഷിപ്പ് നൽകും. ഈ 3 കാര്യമാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഇതൊന്നും പറയുന്നില്ല എന്ന് ONV കുറുപ്രസാദും സുഗതകുമാരി ടീച്ചറും ഒക്കെയുള്ള ശ്രേഷ്ഠ ഭാഷയുടെ കമ്മിറ്റി വിളിച്ചു കൂട്ടി കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടിയോ കിട്ടാതിരിക്കുകയുണ്ട്. പൈസയ്ക്ക് വേണ്ടി ആയിരുന്നില്ല നമ്മൾ ശ്രേഷ്ഠ ഭാഷാ പദവിക്ക് വേണ്ടി വാദിച്ചത്. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട 3 ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നടത്തി കൊടുത്തിട്ടും മലയാളത്തിന് മാത്രം പാരമ്പര്യത്തിന്റെ പേരിൽ നൽകാതിരുന്നതിന്റെ പേരില്ല. പക്ഷേ സംഘസാഹിത്യത്തിന്റെ കാലം മുതൽ തമിഴിനുള്ളതുപോലെ മലയാളത്തിനും ആ സംഘസാഹിത്യത്തിന്റെ പാരമ്പര്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ശ്രേഷ്ഠ ഭാഷ പദവി. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മലയാളത്തെ സമ്പന്നമാക്കുവാനുള്ള ശ്രമം നടത്തേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. ഇവിടെ DC ബുക്സ് മലയാളത്തിന് ശ്രേഷ്ഠമാക്കാൻ വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന സ്കീമാണ് ഈ സാഹിത്യോത്സവവും 100 കൃതികളും 100 സാഹിത്യകാരന്മാരും എന്ന പുസ്തക പരമ്പര. ഞങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മലയാളത്തിലെ 100 ക്ലാസിക് കൃതികൾ, പാണീയ പ്രത്യുതവും ലീലാതിലകവും ഉന്നതീതി സന്ദേശവും തുടങ്ങിയിട്ടുള്ള കൃതികൾ, KC കേശവപിള്ളയുടെ കൃതികൾ, അതൊന്നും വരും തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കൃതികൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതിയാണ്. കാരണം അതൊന്നും പുനഃപ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല. കാരണം കച്ചവട സാധ്യതയില്ലാത്തതുകൊണ്ട് അത്തരം 100 ഗ്രന്ഥങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഒരു ഭാഷ ശക്തമാക്കണമെങ്കിൽ 500 ഭാഷകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മലയാളം മാതൃഭാഷ ആ 500 ഭാഷയിൽപ്പെട്ട് മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസത്തിനനുസൃതമായി മലയാള ഭാഷയെ വികസിപ്പിക്കണം. ബെഞ്ചമിൻ ബെയ്ലിയുടെ കാലത്ത് അച്ചടിക്ക് വേണ്ടി തുടങ്ങിയ പരിഷ്കരണം, NV കൃഷ്ണമാചാര്യയുടെ കാലഘട്ടത്തിൽ ടൈപ്പ് റൈറ്റിംഗിന് വേണ്ടി ഭരണഭാഷ മലയാളമാക്കിയപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് രംഗത്ത് നടത്തിയ പരീക്ഷണം അതനുസൃതമായി തുടരേണ്ടിയിരിക്കുന്നു. മലയാള തനിമ എന്ന പേരിൽ കമ്പ്യൂട്ടറിന് ഭാഷയെ സജ്ജമാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തി. ഇലക്ട്രോണിക് ടെക്സ്റ്റ് കമ്പോസിങ്ങിന് ഫോണറ്റിക് സിസ്റ്റം ആവിഷ്കരിച്ചതും മറ്റും. കഴിഞ്ഞ വിശ്വമലയാള സമ്മേളനത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു 3 കാര്യങ്ങൾ ഞങ്ങൾ 1 വർഷത്തിലും ചെയ്യും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിവെച്ച സ്പെൽ ചെക്ക് സംവിധാനവും ഗ്രാമർ ചെക്ക് സംവിധാനവും അത് പൂർത്തീകരിക്കും. മറ്റൊന്ന്, മലയാളം ഫോണ്ടുകൾ കുറവാണ്. ഇംഗ്ലീഷ് ഫോണ്ടുകൾ പോലുള്ള ഓർണമെന്റൽ ഫോണ്ടുകൾ മലയാളം ഫോണ്ടുകളായി ആവിഷ്കരിക്കും. 3ാമതായി ഞങ്ങളുടെ സ്വപ്നം ട്രാൻസ്ലേഷൻ, മെഷീൻ ട്രാൻസ്ലേഷൻ സംവിധാനം ഏർപ്പെടും.
ഇത് മൂന്നും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയല്ല, DC ബുക്സ് ഉൾപ്പെടെയുള്ള പ്രസാധകർക്ക് വേണ്ടി, എല്ലാ മലയാളികൾക്കും വേണ്ടിയുള്ള യജ്ഞമാണ്. സീഡാക്കിന്റെ സഹകരണത്തോടുകൂടി അടുത്ത കേരളപ്പിറവി ദിനത്തിൽ ഇത് മൂന്നും മാത്രമല്ല OCRഉം ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിനുള്ള ട്രെയിനിങ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും നൽകാനുള്ള പരിപാടി കൂടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് നമ്മൾ ശിലയിലാണ് എഴുതിയിരിക്കുന്നത്, പിന്നീട് സ്ലൈറ്റിലായി, പിന്നെ പേപ്പറിലായി, ഇന്ന് ഷട്ട് ഡൗൺ ചെയ്യാത്ത സ്ക്രീനിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതലത്തിന്റെ മാറ്റമനുസരിച്ച്, അതുപോലെ എഴുത്തുപകരണത്തിന്റെ മാറ്റമനുസരിച്ച്, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസത്തിനനുസൃതമായി, ഇതിനെല്ലാം അതീതമായി മലയാളിക്കൊരു സ്വത്വമുണ്ട്, മലയാള ഭാഷയ്ക്കൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യബോധം സംരക്ഷിച്ചുകൊണ്ടുള്ള പരിഷ്കരണങ്ങൾ അനുസ്യൂതമായി നടന്നുകൊണ്ടിരിക്കണം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സീഡാക്കുമായി സഹകരിച്ച് ഞങ്ങളിത് നടത്തും. തുടക്കത്തിൽ ഇലക്ട്രോണിക് ടെക്സ്റ്റ് കമ്പോസിങ്ങിന് ഫോണറ്റിക് സിസ്റ്റം നമ്മൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും കൽപ്പൂർന്നും കൂടി ആവിഷ്കരിച്ചത് കൊണ്ടാണ് DTPക്ക് നമ്മുടെ ഭാഷ സംഘം. ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിപാടി പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണെന്ന് ദയവേദി കരുതരുത്. ഇത് മലയാളികൾക്ക് എല്ലാം വേണ്ടിയുള്ള യജ്ഞമായതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കാൻ. ഇനി ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഇന്നത്തെ മുഖ്യ ചടങ്ങ് വായനയുടെ പ്രസക്തിയോ ഭാഷയുടെ നവീകരണമൊന്നുമല്ല. ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങളാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതാ പരിഭാഷകളാണ് ഒരു ഒന്നാമത്തെ. ബാലചന്ദ്രനെ കുറിച്ചൊരു മുഖവുരയുടെ ആവശ്യമില്ല. ശുഭതയ യുവത്വത്തിൻ്റെ ശബ്ദമാണ്, അതിൻ്റെ ശൈലിയാണ് ബാലചന്ദ്രൻ്റെ കവിതകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമല്ല. ഇവിടെ പരിഭാഷകളാണ്. പരിഭാഷയെക്കുറിച്ച് ഒരു പൊതു ആരോപണമുണ്ട്. പരിഭാഷയിൽ വിവർത്തനത്തിൽ നഷ്ടപ്പെടുന്നത് കവിതയാണ്, കവിത്വമാണ്. ഇവിടെ ഏറ്റവും പ്രശസ്തരായ നെരൂദ ഉൾപ്പെടെയുള്ളവരുടെ ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ട കവിതകളുടെ പരിഭാഷ ഇവിടെ നടത്തി ലോകപ്രശസ്ത സാഹിത്യകാരന്മാർ. പക്ഷെ കവിത്വം നഷ്ടപ്പെടാതെ ആ പരിഭാഷ നടത്താൻ കഴിഞ്ഞു. അങ്ങനെ വിശ്വസാഹിത്യകാരന്മാർ, വിശ്വകവികളെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ ഈ കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൈനികന്റെ പ്രേമലേഖനം KG ശങ്കരപ്പിള്ള, അതും ആധുനിക കവികളിൽ മുഖ്യനാണ് KG. SN കോളേജിൽ, കൊല്ലം SN കോളേജിൽ എൻ്റെ സഹപാഠിയുമായിരുന്നു KG ശങ്കരപ്പിള്ള. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് ഉള്ളൂര് അവാർഡ് ലഭിച്ചത്. മനുഷ്യന്റെ സ്വത്വത്തെക്കുറിച്ച്, ദാർശനികതയെക്കുറിച്ച്, പ്രത്യേകിച്ചും ബുദ്ധ മതത്തിന്റെ തത്വങ്ങളെക്കുറിച്ച് ഇതിനെല്ലാം അതീതമായി ഗദ്യ കവിതകളിലൂടെ സാമൂഹ്യ വിമർശനം രൂക്ഷമായി നടത്തുന്ന, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടക്കൂടിലൊതുങ്ങാതെ, ചന്ദ്രശേഖരൻ മതത്തെക്കുറിച്ചും മാതൃഭൂമിയിൽ എഴുതിയ കവിത ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഭരിക്കുന്ന കക്ഷികളുടെ തിന്മകൾക്കെതിരായിട്ട് നടന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാതെ സാമൂഹ്യ വിമർശനം നടത്തുന്ന കവിയാണ് KG ശങ്കരപ്പിള്ള. അതുപോലെ കറപ്പൻ, അശോകൻ ചെരുവിൽ നിന്നുള്ളത്. ഇത് രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ച നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനാണ് കറപ്പൻ. പലപ്പോഴും ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് മറന്ന ഒരു കഥാപാത്രമാണ്. ഒന്ന് നവോത്ഥാന കാലഘട്ടത്തിൽ കറപ്പൻ ജീവിച്ചത്. കേരളത്തിന്റെ നവോത്ഥാനത്തിനൊരു സവിശേഷതയുണ്ട്. മൊത്തത്തിൽ ഇന്ത്യയിൽ നടന്ന ആ നവോത്ഥാനം പാശ്ചാത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യയും നമ്മുടെ ഭാരതീയ ദർശനവും തമ്മിലുള്ള ഒരു സമന്വയമായിരുന്നു. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് വന്നപ്പോൾ ഉത്തരേന്ത്യയിൽ നടന്നതിനും കുറച്ചുകൂടി വിഭിന്നമായിരുന്നു ആ നവോത്ഥാനം. ഉത്തരേന്ത്യയിൽ സവർണന്റെ, ഹിന്ദുമതത്തിലെ വരേണ്യവർഗത്തിന്റെ സതി മുതലായ അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി അവർക്ക് ശബ്ദം നൽകുന്നതിന് വേണ്ടിയുള്ള നവോത്ഥാനമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ, അയ്യങ്കാളിയുടെ, ചട്ടമ്പിസ്വാമികളുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തുന്നത്. ആ നവോത്ഥാനത്തിന്റെ പല മൂല്യങ്ങളും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നവോത്ഥാനത്തിലൂടെ നമ്മൾ നേടിയ പല നേട്ടങ്ങളും ഇത് അതിനെ തകിടം മറിച്ചുകൊണ്ട് അറബി കല്യാണം പോലുള്ളത് ഇന്ന് വീണ്ടും പുനരുദ്ധരിക്കുന്നു. അത് നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളും റിവൈവലിസത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ ശക്തിയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെയാണ്. പക്ഷെ ഇവിടെ ഈ കഥാപാത്രത്തിന്, കറപ്പൻ എന്ന കഥാപാത്രത്തിന് കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസത്തിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല പ്രശ്നം. കറപ്പൻ എന്ന ആ പ്രവർത്തകന്റെ നിസ്വാർത്ഥതയും ആ സേവന സന്നദ്ധതയും ആണ് ഇതിൽ മുടിച്ച് നിൽക്കുന്നത്. മൂന്നാമത്തെ പുസ്തകം
കറുപ്പൻ അശോകൻ ടീച്ചർ. അപർണയുടെ തടവറകൾ അത് അച്യുതിയുടെയും ചന്ദ്രമതി ടീച്ചറിൻ്റെയാണ്. മനോരമ വാർഷിക പതിപ്പിൽ വന്നതാണ്. ക്ഷമിക്കണം, ഞാൻ ആ പുസ്തകം എനിക്ക് നോവൽ രൂപത്തിൽ കാണാൻ കഴിഞ്ഞില്ല, വാർഷിക പതിപ്പ് വായിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ചന്ദ്രമതി ടീച്ചറിൻ്റെ മറ്റു പല കഥകളും കിട്ടിയിട്ടുണ്ട്. ആ ടീച്ചറിന് എനിക്ക് തോന്നുന്നു ആദ്യമായി അവാർഡ് കിട്ടുന്ന ഞാൻ കൂടി ഉൾക്കൊള്ളുന്ന തോപ്പൻ രവി അവാർഡാണ്. അതിനുശേഷം പിന്നെ അവാർഡുകളുടെ ഒരു പെരുമഴയായിരുന്നു ചന്ദ്രമതി ടീച്ചറിൻ്റെ. അങ്ങനെ അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ പല പുസ്തകങ്ങളും ഞാൻ എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്, ആഗ്രഹവും തോന്നിയിട്ടുണ്ട്. ടീച്ചറിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ സാഹിത്യം, പ്രത്യേകിച്ച് സർഗാത്മക സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നാണ് പറയുന്നത്. ഇവിടെ ടീച്ചറിൻ്റെ കൃതികളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. സമൂഹത്തിലെ തിന്മകളും നന്മകളും എല്ലാം ആ കൃതികളിൽ കണ്ടിട്ടുള്ളതാണ്. പൊതുവായി ഞാൻ മറ്റു കൃതികൾ വായിച്ചതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ കൃതിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രാണസഞ്ചാരം രാജീവ് ശിവശങ്കറിൻ്റെയാണ്. ആ പുസ്തകം ഇപ്പോഴിവിടെ വന്നപ്പോഴാണ് കണ്ടത്. പെട്ടെന്നൊന്ന് മറിച്ച് നോക്കിയാൽ എൻ്റെ ബ്ലർഗും മാത്രമേ വായിച്ച് നോക്കിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും അതിൻ്റെ പ്രമേയം വളരെ ആകർഷകമായിരിക്കുന്നു. നമ്മുടെ വാസ്തുവിദ്യ, ജ്യോതിഷം, മന്ത്രവാദം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഇതിലെ പ്രമേയമായിട്ടുള്ളത്, പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത്. എന്നെ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വാസ്തുവിദ്യയെക്കുറിച്ച് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകം ഇറക്കി, ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകം ഇറക്കി. അപ്പോൾ ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസം വരുത്താനാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ദർശനമാല പോലുള്ള ദാർശനിക കൃതികൾ പ്രസിദ്ധീകരിക്കുന്നത്, ശാസ്ത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു ഇതാണ് പ്രസിദ്ധീകരിക്കേണ്ടതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വാസ്തുവിദ്യ ഒരു ശാസ്ത്രമാണ്, ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. എല്ലാ രംഗത്തും കള്ളനാണയങ്ങൾ ഉള്ളതുപോലെ കള്ളനാണയങ്ങൾ ജ്യോത്സ്യന്മാരുടെ ഇടയിലുണ്ട്. ഏത് സൂറ്റും ഒക്കെ കാശ് വാങ്ങുന്നവരുണ്ട്, വാസ്തുവിദ്യയിലുള്ളത്. പക്ഷെ അതിനെ ശാസ്ത്രീയമായ വിഷയത്തിൽ കാണുന്നതിൽ തെറ്റില്ല. മന്ത്രം എന്ന് പറയുന്നത് ശബ്ദമാണ്. സൗണ്ട് തെറാപ്പി ഒരു ശാസ്ത്രമായി അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് മന്ത്രവാദത്തെ ഒരു ശാസ്ത്രമായി അംഗീകരിച്ചുകൂടും? നമ്മൾ യോഗയിൽ പഠിച്ചിട്ടുണ്ട്, ഓം എന്ന പ്രണവ മന്ത്രം കൽപ്പാന്ത കാലത്തോളം മുഴങ്ങിയത്. അതിലൂടെയാണ് ഈ ലോകമുണ്ടായതെന്ന് പറയുന്നത്. സയൻസും അത് തന്നെയാണ് പറയുന്നത്. ബിഗ് ബ്ലാസ്റ്റിൽ അതിലൂടെയാണ് ആ മഹാവിസ്ഫോടനത്തിൻ്റെ ശബ്ദം വളരെ വർഷങ്ങളോളം കൽപ്പാന്ത കാലത്തോളം മുഴങ്ങിയിരുന്നു. ഓം എന്ന പ്രണവമന്ത്രത്തിൽ ആ മൂന്നക്ഷരമുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനാണ്. ഇത് മൂന്നും ചേരുന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ശാസ്ത്രവും പറയുന്ന ഇതാണ്. ആ പൊട്ടിത്തെറിയിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ മൂന്നുണ്ടായി. അത് മൂന്നും ചേരുന്നതാണ് മാറ്റർ എന്ന് പറയുന്നത്. അതിൽ യോഗയിൽ ഞാൻ പഠിക്കാൻ പോയപ്പോൾ ഒരു യോഗ ആചാര്യൻ എന്നെ പഠിപ്പിച്ചത്, ഓം എന്ന പ്രണവമന്ത്രത്തിലെ 3 അക്ഷരങ്ങൾ മാത്രം ചൊല്ലിയാൽ മതി. അതിൽ ആ എന്ന് നമ്മൾ വളരെ ഉച്ചത്തിൽ ദീർഘമായി ഉച്ചരിക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾ മുതൽ അരവരെയുള്ള സെല്ലുകൾ ഉണരുകയാണ്. ഊ എന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ അത് നമ്മുടെ ഉദരത്തിലെ സെല്ലുകൾ ഉണർത്തും. എന്ന് നീട്ടി ഉച്ചരിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സിരകളിലെ സെല്ലുകൾ ഉണരുന്നു. അതുകൊണ്ട് എല്ലാ സെല്ലുകളും ഉണരുന്നതോടുകൂടി ആരോഗ്യമാകുന്നു, എല്ലാ ബ്ലോക്കുകളും മാറുന്നു എന്നാണ് അതിൽ പറയുന്നത്. മന്ത്രവാദത്തിലും പറയുന്ന ഇതാണ്. മന്ത്രം ശബ്ദമാണ്. സൗണ്ട് തെറാപ്പി ഒരു ശാസ്ത്രമാണെങ്കിൽ മന്ത്രത്തിന് ശാസ്ത്രീയതയാണ്. അപ്പോൾ വെറും അന്ധവിശ്വാസ അനാചാരം എന്ന് പറഞ്ഞ് നമ്മളതിനെ കളയാതെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. ഈ പുസ്തകം മൊത്തം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ ആകർഷകമായി തോന്നി. അതുകൊണ്ട് തന്നെ ഞാനൊരു കോപ്പി കരസ്ഥമാക്കിയിട്ടുണ്ട്. കാരണം ഈ രംഗത്തൊക്കെ പുസ്തകം ഇറക്കുമ്പോൾ ആക്ഷേപം ഉയരുമ്പോൾ മറുപടി പറയാൻ എനിക്കത് ഉപകരിക്കുമല്ലോ എന്നാണ്. അടുത്ത ഇതിൽ എഴുതിയിരിക്കുന്നത് BH നിഷാദിന്റെ 3 ഇതിൽ എഴുതിയിരിക്കുന്നത്. 3 ആ പുസ്തകത്തിന്റെ പേര് മൊഴിയ. 3 പുസ്തകം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നിഷാദിന്റെ നല്ല വളർന്നു വരുന്ന ഒരു സാഹിത്യകാരനും ചെറുപ്പക്കാരനാണ്. പുതിയ ശൈലിയാണ്, തനതായ ശൈലിയും മൗലികതയൊക്കെയുള്ള കൃതിയാണ്. 3 എനിക്ക് വായിക്കുന്നുണ്ട്. EK ഷിബയുടെയാണ് ഞാൻ വായിച്ചത്. ദുനിയ എന്നുള്ളതാണ്. വളരെ കാലിക പ്രസക്തിയുള്ളൊരു കൃതിയാണ്. അതായത് ഒരു ദുനിയ എന്ന കഥാപാത്രം ദാരിദ്ര്യം മൂലം അച്ഛൻ മരിച്ച് കുടുംബം പോറ്റാൻ നിർവാഹമില്ലാതെ വിടും. അവസാനം ജീവിക്കാൻ വേണ്ടി പല രംഗങ്ങളുണ്ട്. ജീവിക്കാൻ വേണ്ടി തന്നെ പലരും അധോലോക നായകരായി മാറുന്നുണ്ട്. അതുകൊണ്ട് പലരും രാജ്യദ്രോഹ ശക്തികളുടെ തടവറയിൽപ്പെടുന്നുണ്ട്, വിഘടനവാദികളായി പോകുന്നുണ്ട്. ദാരിദ്ര്യം മൂലം അങ്ങനെ ഒരു രാജ്യദ്രോഹ ശക്തികളുടെ
അടിമയായി മാറുന്ന ദുനിയയുടെ, അതുമൂലം തന്നെ ജീവിത അന്ത്യമുണ്ടാകുന്ന ദുനിയയുടെ ദുഃഖകരമായ കഥയാണ് ഇത്. ഇന്ന് തടിയൻ്റെ ഉടമ സീർതൊട്ട് നിരവധി വിഘടനവാദികളെയും മറ്റുമൊക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മളെല്ലാവരും വെറുക്കുന്നു. അവർ ഈ നാടിൻ്റെ ശത്രുക്കളായി നമ്മൾ മുദ്രകുത്തപ്പെടുന്നു. പക്ഷെ അവർ നാടിൻ്റെ ശത്രുക്കളാണെങ്കിലും ശത്രുക്കളായത് ആരും ഒരു മനുഷ്യനും നല്ലവനായും ചീത്തയായും ജനിക്കുന്നില്ല. സാഹചര്യമാണ് അവനെ രാജ്യദ്രോഹിയാക്കുന്നതും രാജ്യസ്നേഹിയാക്കുന്നതും. ആ ഒരു സാഹചര്യം രാജ്യദ്രോഹിയാക്കിയ ദുനിയയുടെ കഥയാണ് ഷീബ പറയുന്നത്. ചോരപ്പുഴകൾ TK അനിൽകുമാറിൻ്റെയാണ്. ചോരപ്പുഴകളും വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. നമ്മുടെ തലശ്ശേരിയിലും പാനൂരിലും ഒക്കെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ചുള്ളതാണ്. ഇത് പൂർണ്ണമായി എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല, കാരണം പല പുസ്തകങ്ങളും ഇപ്പോഴാണ് അച്ചടിച്ച് ഇത് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിലെ ഒരു സാങ്കല്പിക രാജ്യമുണ്ട്, വിണ്ണൂർ എന്ന് പറയും. ആ വിണ്ണൂർ ഒരു വിണ്ണാണ്, സ്വർഗമാണ്. ആ സ്വർഗത്തെ നരകമാക്കി മാറ്റുകയാണ് രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ വന്നിട്ടുള്ള രക്തസാക്ഷികൾ. വളരെ നന്നായി പഠിക്കുന്ന നല്ലവനായ അജിത്ത് എങ്ങനെയോ പാർട്ടിക്കാരനായി രക്തസാക്ഷിയെ കൊലക്കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടി വരും. പക്ഷി രാജുവിൻ്റെ കുടുംബത്തിൻ്റെ കഥ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ, ഗാന്ധിജിയുടെ നാട്ടിൽ, അഹിംസയുടെ നാട്ടിൽ ഈ രക്തപ്പുഴയ്ക്ക് ഒരു അന്ത്യം കുറിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കൃതിയാണ് അനിൽകുമാർ ഉപയോഗിച്ച്. അങ്ങനെ 8 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ കിട്ടിയ ഈ അവസരം ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമായി ഞാൻ കാണുന്നു. ഈ 8 ഗ്രന്ഥകർത്താക്കളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഇനിയും ഏറ്റവും നല്ല കൃതികൾ രചിച്ച് നമ്മുടെ മലയാള ഭാഷയെ സമ്പന്നമാക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്ന ഈ ഉത്സവം തിരുവനന്തപുരത്ത് നഗരവാസികൾക്കായി സംഘടിപ്പിച്ച KVDCക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തട്ടെ. അടുത്തതായി പുസ്തക പ്രകാശന ചടങ്ങാണ്. പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതാ പരിഭാഷകൾ, KG ശങ്കരപ്പിള്ളയുടെ സൈനികന്റെ പ്രേമലേഖനം, അശോകൻ ചെരുവിലിൻ്റെ കറപ്പൻ, ചന്ദ്രമതിയുടെ അപർണയുടെ തടവറകൾ അശ്വതിയുടെയും, രാജീവ് ശിവശങ്കർ എഴുതിയ പ്രാണസഞ്ചാരം, VH നിഷാദിൻ്റെ 3, EK ഷീബയുടെ ദുനിയ, TK അനിൽകുമാറിൻ്റെ ചോരപ്പുഴകൾ. ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ M.R. തമ്പാൻ. ശ്രീ അശോകൻ ചരുവിലിനെ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ ഡോക്ടർ M.R. തമ്പാൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, പ്രിയപ്പെട്ട ചന്ദ്രമതി ടീച്ചർ, വേദിയിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായ TK അനിൽകുമാർ, രാജീവ് ശിവശങ്കരൻ, VH നിഷാദ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, 8 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ അതിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, KG ശങ്കരപ്പിള്ള, ചന്ദ്രമതി ടീച്ചർ പോലുള്ള വളരെ സീനിയറായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും, അതുപോലെ പുതിയ തലമുറയിലെ രാജീവ് ശിവശങ്കറും നിഷാദും EK ഷീബയും TK അനിൽകുമാറും, അവരോടൊപ്പം ഉൾപ്പെടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഡോക്ടർ തമ്പാൻ DC പുസ്തകോത്സവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞുകൂടുന്നത് എങ്കിലും ഓരോരുത്തർക്കും ഓരോ ലോകം എന്നുള്ള മട്ടാണല്ലോ. ഒരു സാംസ്കാരിക ലോകത്തിൻ്റെ ഭാഗമായിട്ടല്ല തിരുവനന്തപുരത്ത് വന്നുപെട്ടിട്ടുള്ളതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ടൊന്നും അങ്ങനെ ബന്ധപ്പെടാൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും അവസരമുണ്ടായിട്ടില്ല. എങ്കിൽ പോലും DC-യുടെ ഇടയ്ക്ക് നടക്കാറുള്ള ഈ അന്താരാഷ്ട്ര പുസ്തകമേളയാണ്, അതിൻ്റെ ഭാഗമായി നടക്കുന്ന സാഹിത്യോത്സവവുമാണ്
ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒരു വായനക്കാരെ കാണുന്നതിന് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം വായനക്കാരെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ വായിക്കുന്നവരെ എന്നുള്ള അർത്ഥത്തിലല്ല, എന്തെങ്കിലുമൊക്കെ വായിക്കുന്നവർ, പുസ്തകത്തോട് താല്പര്യമുള്ളവർ, പുസ്തകം ഉള്ളിടത്തേക്ക് വെളിച്ചത്തിലേക്ക് പ്രാണികളെ പോലെ ഇങ്ങനെ ആകർഷിച്ച് എവിടെ നിന്നൊക്കെയോ എത്തിച്ചേർന്ന് ഇവിടെ ഒത്തുചേരുന്ന ആളുകൾ, അവരെയൊക്കെ ഒന്നിച്ച് കാണുക, പുസ്തകങ്ങളും കാണുക, അങ്ങനെ തിരുവനന്തപുരം ജീവിതത്തെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് സമ്പന്നമാക്കുന്നത്, സംസ്കാരവും സാഹിത്യവുമൊക്കെ ആയിട്ട് തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിലനിർത്തുന്നത് തീർച്ചയായിട്ടും പുസ്തകോത്സവങ്ങൾ. അതിലും പ്രധാനമായിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ DC-യുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ്. ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന നോവൽ വളരെ ചെറിയ നോവലാണ് എങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ഈ വർഷത്തെ അല്ല, അതിന് തൊട്ടു മുമ്പുള്ള മനോരമയുടെ വാർഷിക പതിപ്പിൽ എഴുതിയ നോവലാണ്. വായനക്കാർ അത് ഏത് രീതിയിൽ സ്വീകരിക്കും എന്നുള്ളതൊക്കെ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. എന്തായാലും ഈ പുസ്തകോത്സവത്തിൽ വെച്ച് അത് പ്രകാശനം ചെയ്യപ്പെടാൻ കഴിഞ്ഞതിൽ തിരുവനന്തപുരത്തെ പ്രബുദ്ധമായ സദസ്സിൻ്റെ മുമ്പാകെ അങ്ങനെ ഒരു പുസ്തകം അവതരിപ്പിക്കപ്പെടാനും അവരുടെ ശ്രദ്ധയിൽ ആ വഴിക്ക് ഒന്ന് പെടാനും കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം കൂടി എനിക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പുസ്തകങ്ങൾ ഇവിടെ ഇങ്ങനെ പുസ്തകമേളകളിലും അതുപോലെ തന്നെ പുസ്തകോത്സവങ്ങളും പുസ്തകചന്തകൾ എന്നൊക്കെ പേരിൽ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന മേളകളിൽ ചെല്ലുമ്പോഴാണ് വായനയെ എത്രമാത്രം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, വായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സംഗതി മനസ്സിലാവുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, വായിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായിക്കാൻ ആവശ്യമുള്ളത്ര പുസ്തകങ്ങളുണ്ടോ എന്നുള്ളൊരു ആശങ്ക മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. പലപ്പോഴും സമൂഹത്തിൽ ചർച്ച നടക്കുന്നത് വായനയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരിക്കലും അത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ധാരാളം ആളുകൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വായിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് വായിക്കാൻ പുസ്തകങ്ങളില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഒരു സാംസ്കാരിക രംഗത്തായാലും വായനയുടെ മേഖലയിലും വലിയൊരു വൈവിധ്യമുണ്ടായിരിക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളാണ്. വായനയുടെ കാര്യത്തിലും അങ്ങനെയാണ്. പണ്ടുകാലത്ത് ഓരോ സാഹിത്യമായിരുന്നു പ്രധാനം, അതിൽ തന്നെ കവിതയായിരുന്നു. അപ്പോൾ വായനക്കാരെന്ന് പറഞ്ഞാൽ സാഹിത്യം വായിക്കുന്നവർ, വായനക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിത വായിക്കുന്നവർ, അങ്ങനെയൊക്കെ നമുക്ക് ചുരുക്കി കാണാമായിരുന്നു. പക്ഷേ ഇന്ന് വലിയ വൈവിധ്യം, പലതരത്തിലുള്ള പുസ്തകങ്ങളെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ഒരുതരം പുസ്തകത്തെ ഇഷ്ടപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ വേറെ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നു. ഒരു എഴുത്തുകാരനെ കുറേ ആളുകൾ ഇഷ്ടപ്പെടുമ്പോൾ, വായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വേറൊരു എഴുത്തുകാരനെ ആളുകൾ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു എഴുത്തുകാരനെയോ ഏതെങ്കിലും ഒരു സാഹിത്യശാഖയോ ഏതെങ്കിലും ഒരു ശൈലിയെയോ ഒന്നും തന്നെ അങ്ങനെ അതിന് പ്രസിദ്ധിയുണ്ട്, അത് അംഗീകൃതമാണ്, അവാർഡുകളോ പുരസ്കാരങ്ങളോ ഒക്കെ ലഭിച്ചിട്ടുള്ളതാണ് എന്നുള്ളതിൻ്റെ പേരിലൊന്നും തന്നെ വായനക്കാരൻ അങ്ങനെ ഭ്രമിച്ചു വശായി പോകുന്നത് പലപ്പോഴും കണ്ടിട്ടില്ല. മറിച്ച് വളരെ സൂക്ഷ്മമായിട്ട്, ഒരുപക്ഷെ വായനക്കാരെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, വായനക്കാരെയാണ് ഒരു എഴുത്തുകാരനെ കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് എങ്കിൽ വായനക്കാരെ തന്നെയാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയം. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ മനോനിലവാരവും അവരുടെ വൈഭവവും അവരുടെ കാര്യക്ഷമതയും ജീവിതത്തെ പരിശോധിക്കാനുള്ള അവരുടെ ത്രാണിയും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വായനയുടെ ലോകത്തേക്ക്, വായനയെ താല്പര്യപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ വിചാരശേഷിയുള്ളവർ. ഒരുപക്ഷെ എഴുത്തുകാരേക്കാൾ പ്രതിഭാശാലികളാണ് വായനക്കാർ എന്നുള്ളതാണ്. അത് നമ്മുടെ വായനയുടെ ഒരു രീതിയും അതിൻ്റെ സ്വഭാവവും അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ ബുദ്ധിജീവികൾ വായനക്കാരാണ്. അതുകൊണ്ട് ഒരു അമ്പരപ്പുണ്ട് എഴുത്തുകാരന്. വാസ്തവത്തിൽ ഇവരുടെ മുമ്പാകെയാണല്ലോ തൻ്റെ കൃതി അവതരിപ്പിക്കപ്പെടേണ്ടത്. അവരുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ, അവരുടെ വിലയിരുത്തലിൻ്റെ മുമ്പിൽ തൻ്റെ കൃതി ഏത് രീതിയിലാണ് വിലയിരുത്തപ്പെടുക, നിർണ്ണയിക്കപ്പെടുക എന്നുള്ള ഒരു ആശങ്കയുണ്ട്.
പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, വായനക്കാർ വളരെ ശ്രദ്ധാലുക്കളും തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വളരെ വലിയ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ പോലും പഴയ കാലത്തുണ്ടായിരുന്നത് പോലെ വായനക്കാരുടെ ഒരു മേധാവിത്വം, വായിച്ചറിഞ്ഞതിൻ്റെ കരുത്ത് സമൂഹത്തിന് പകരുന്ന തരത്തിൽ സമൂഹത്തിൻ്റെ നേതൃത്വമായി മാറുന്ന ഒരു വായനക്കാരനെ കാണാനില്ല. വായിക്കുന്നവരും സമൂഹത്തിൻ്റെ അകത്തേക്ക് ചുരുണ്ട് മടങ്ങുന്ന ഒരു എഴുത്തുകാരനെയാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വായിക്കാത്തവരാണ് സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. രാഷ്ട്രീയ രംഗത്തായാലും സാംസ്കാരിക രംഗത്ത് പോലും എല്ലാ മേഖലയിലും വായിക്കാത്തവരാണ്. ഭരണനിർവഹണത്തിൻ്റെ രംഗത്തായാലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന രംഗത്തായാലും ഒക്കെ തന്നെ വായിക്കാത്തവരുടെ ഒരു നിരയാണ് കാണുന്നത്. വായിക്കാത്തവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, വായിക്കാത്തവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, വായിക്കാത്തവർ സമൂഹത്തിന് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, വികസന പരിപാടികൾ ഉണ്ടാക്കുന്നു, അങ്ങനെ പോകുന്നു. ഇത് എല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇടയ്ക്ക് ചിലപ്പോഴെങ്കിലും വായനക്കാർ അവരുടെ ചാരികസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വലിയ ആവേശത്തോടെ വായിക്കാത്തവരെയൊക്കെ തള്ളിമാറ്റി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന തങ്ങളുടെ സ്ഥാനം സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ അടയാളപ്പെടുത്താറുണ്ട്. അപ്പോഴാണ് നാം പറയുന്നത് അത് വായനയുടെ വസന്തകാലമാണ് എന്ന്. എത്ര ആളുകൾ വായിക്കുന്നു എന്നുള്ളതല്ല, വായിക്കുന്ന ആളുകൾ സമൂഹത്തിൽ എത്രമാത്രം ഉത്തരവാദിത്വം പുലർത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വായനയുടെ വസന്തമാണോ, വായനയുടെ ശോചനീയമായ അവസ്ഥയാണോ എന്നൊക്കെ കണക്കാക്കുന്നത്. ആ ഒരർത്ഥത്തിൽ ഇത് വായനയുടെ ഒരു നല്ല കാലമാണ് എന്ന് പറയാൻ കഴിയില്ല. പുസ്തകങ്ങൾ വായിച്ച് ഇങ്ങനെ അതിൻ്റെ ഒരു സുഖാലസ്യത്തിലേക്ക് മടങ്ങുന്ന എന്തായാലും നല്ല വായനയുടെ ലക്ഷണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എഴുത്താണോ വായനക്കാരെ അങ്ങനെ ആക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. എന്തായാലും വീണ്ടും എൻ്റെ ഒരു സന്തോഷം, തിരുവനന്തപുരത്തെ വായനക്കാരെ കാണാനുള്ള വീണ്ടും ഒരു അവസരം. കഴിഞ്ഞ തവണയും DC പുസ്തകോത്സവത്തിൽ വരാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് ഓർമ്മ. ഈ തവണയും ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന ഈ അവസരത്തിൽ അവരോടൊപ്പം എൻ്റെ ഒരു കൃതി. ഏറ്റവും വലിയ സന്തോഷം, ചന്ദ്രമതി ടീച്ചറൊക്കെ ഞാൻ ഇവിടെ ഇത്രയും ഒരു 3 കൊല്ലമായിട്ട് ഇവിടെ എത്തിയിട്ടും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വെച്ച് കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു അവസരം ഇവിടെയാണ് ഉണ്ടായത്. അതിനുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രീമതി ചന്ദ്രമതി ടീച്ചറെ പ്രഭാഷണത്തിനായി സവിനയം ക്ഷണിക്കുന്നു. ബഹുമാനായ ഡോക്ടർ MR കമ്പാൽ, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ അശോകൻ ചെരുവിൽ, ശ്രീ DK അനിൽകുമാർ, രാജീവ്, VH നിഷാദ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഔദ്യോഗികമായി ആദ്യത്തെ നോവലാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്, അപർണയുടെ കലവറകൾ അശ്വതിയുടേത്. ഇത് എഴുതുമ്പോൾ ഞാൻ അനുഭവിച്ച ചെറിയ വ്യഥകളെയൊക്കെയാണ് ശ്രീ അശോകൻ ചെരുവിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചത്. കാരണം എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിയും വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരിയും തമ്മിലുള്ള ആ ഒരു അദൃശ്യ ബന്ധം, അത് ഒരുപക്ഷെ വായനക്കാർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിന്ന് വ്യതിചലിച്ച് എഴുത്തുകാർ എഴുതുമ്പോൾ അത് എത്രത്തോളം ഈ വായനക്കാർ സ്വീകരിക്കപ്പെടുമോ തൻ്റെ വർക്ക് എന്നുള്ള ആ ഒരു അദൃശ്യമായ ഭയം, ഇതൊക്കെ എന്നെ വല്ലാതെ ഉലച്ചിരുന്നു ആ സമയത്ത്. കാരണം ഈ നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതി മനോരമ വാർഷിക പതിപ്പിലേക്ക് അയക്കുന്നതിന് മുൻപ് ഞാൻ വായിക്കാൻ കൊടുത്തത് ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ വളരെ ബുദ്ധിശക്തിയുള്ള ഒരു പെൺകുട്ടിക്കാണ്. ഞാൻ പറഞ്ഞു, നിന്റെ അഭിപ്രായം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്, അത് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ നോവൽ കൊടുക്കണമോ വേണ്ടയോ എന്ന് പോലും ഞാൻ തീരുമാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത്ര ഭാരിച്ച ഒരു കടമ എൻ്റെ ശിരസിലേക്ക് വയ്ക്കണോ എന്നവൾ ചോദിച്ചുവെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് അത് വായിച്ചിട്ട് അവൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാം, ഇതൊരു ന്യൂ ജനറേഷൻ നോവലാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ഓൾഡ് ജനറേഷൻ ആയി എന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊരു ന്യൂ ജനറേഷൻ നോവൽ എഴുതാൻ പാടില്ലേ
എൻ്റെ വിചാരം ഞാൻ ഇപ്പോഴും ന്യൂ ജനറേഷൻ തന്നെയാണ് എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് അത് ഈ നോവൽ വായിക്കുമ്പോൾ തന്നെ അത് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ തലമുറയെ, ആ തലമുറയോടുള്ള മാഡത്തിൻ്റെ സമീപനം എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം എൻ്റെ നോവൽ വിജയിക്കുന്നുവെന്നാണ്. കാരണം എഴുത്തുകാരൻ ഒരിക്കലും പിടികൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു ഒളിച്ചുകളിയാണ് വായനക്കാരും എഴുത്തുകാരും തമ്മിൽ നടത്തുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് സക്സസ് ആയി എന്ന ധാരണയോടെയാണ് ഞാൻ അയച്ചതും മനോരമയിൽ വന്ന ഉടൻ തന്നെ DC ബുക്സുകാർ ചോദിച്ചതും ഞാൻ കൊടുത്തതും ഇപ്പോൾ വളരെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഇത് നോവലായിട്ട് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഇത് ആ പെൺകുട്ടി ഇന്ന് ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ അവളുടെ പേര് പറഞ്ഞേക്കുമെന്നുള്ള പേടി കൊണ്ടാവാൻ ഇവിടെ വന്നിട്ടില്ല. പറഞ്ഞതുപോലെ ഇതൊരു ന്യൂ ജനറേഷൻ നോവൽ തന്നെയാണ്. കാരണം എൻ്റെ തലമുറയ്ക്ക് ശേഷം വന്ന ആൾക്കാർ, എൻ്റെ മക്കളെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥിനികൾ, അവരെപ്പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കൃതികൾ വായിച്ച് എന്നെ കാണാൻ വന്ന് മണിക്കൂറുകളോളം സംവദിക്കുന്ന ചെറുപ്പക്കാർ, ഇവരുടെ ഒക്കെ വാചകത്തിൽ നിന്ന്, ജീവിത അനുഭവങ്ങളിൽ നിന്ന് വീണ് കിട്ടിയ ചില തന്തുക്കളെയാണ് കൂട്ടിയിണക്കി ഞാൻ അപർണയുടെ തടവറകൾ അശ്വതിയുടേതും എന്ന നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ട്രെയിൻ യാത്രയിൽ ചന്ദ്രമതി എഴുതിയ അപർണയുടെ തടവറകൾ എന്ന നോവൽ വായിക്കുന്ന അശ്വതിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ നോവൽ വായിച്ചു കഴിയുമ്പോൾ അശ്വതി തൻ്റെ പേനയെടുത്ത് അപർണയുടെ തടവറകളുടെ താഴെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അശ്വതിയുടേതും എന്ന് എഴുതി ചേർക്കുന്നു. അപ്പോൾ ഇത് മനോരമയിൽ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പരിചയമില്ലാത്ത ഒരു കുട്ടി കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അടിയിൽ ബ്രാക്കറ്റ് ഇട്ട് ഞാൻ എൻ്റെ പേര് എഴുതി ചേർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ വെറുതെ പറയുകയല്ല, സത്യം പറയാണ്. പേടിച്ചാണ് ഈ നോവൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നത്. ഇത് എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷെ കാരണം ഒരു അദൃശ്യമായ ഒരു ആത്മബന്ധം എഴുത്തുകാരും വായനക്കാരും തമ്മിലുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഇരുകൂട്ടരുടെയും പ്രതീക്ഷകളെ കടന്ന് പോകും. ചിലപ്പോൾ വല്ലാതെ നിരാശപ്പെടുത്തും, ചിലപ്പോൾ വിചാരിച്ചതിലുപരി സന്തോഷം തരും. അങ്ങനെയുള്ള ഒരു വിചിത്രമായ ഒരു ബന്ധമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും എഴുതാനിരിക്കുമ്പോൾ ഉള്ളത്. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അദൃശ്യനായ അല്ലെങ്കിൽ അദൃശ്യയായ ഒരു വായനക്കാരിയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് വളരെ പ്രധാനമാണ്. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി, മലയാളികൾക്ക് കൈയടിക്കാൻ വളരെ മടിയാണ്. അതേസമയത്ത് നമ്മൾ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിയാണ് എന്ന് പറഞ്ഞ് കേരളം വിട്ട് ഇന്ത്യ വിട്ട് മറ്റു പോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആദരവ്, നമുക്ക് ലഭിക്കുന്ന സ്നേഹം അതൊക്കെ അതിരുവിട്ട ഒന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇതെത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിലൊരു ഗമയോടെ നടക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. ആ അതിരുകൾ ബന്ധിച്ച് എന്നിലേക്ക് വരിക. എൻ്റെ തെറ്റുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, നല്ല അംശങ്ങളിൽ നിന്ന് തോന്നുന്നെങ്കിൽ അത് എന്നോട് തുറന്ന് പറയുക. അങ്ങനെ ആ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു വാസ്തവികമായ ഒരു തലം കൂടി വായനക്കാർ എഴുത്തുകാർ ബന്ധത്തിന് ഉണ്ടാകേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ശ്രീ അശോകൻ ചെരുവിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ അമിതമായ ലളിതവൽക്കരണമായിരിക്കാം. എന്നാൽ കൂടി ആ രീതിയിലുള്ള ഒരു ബന്ധമാണ് വേണ്ടത്. കാരണം നമ്മൾ ഈ TV-യിലൊക്കെ കാണുന്ന പോലെ ഇന്ററാക്റ്റീവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധം. എനിക്ക് അറിയാവുന്ന ഒരു എഴുത്തുകാരൻ തൻ്റെ കൃതി വായനക്കാർ പറഞ്ഞതിന് ശേഷം അതിൻ്റെ അന്ത്യം മാറ്റി എഴുതിയിട്ടുണ്ട്. കാരണം അത് അങ്ങനെ വേണ്ട എന്ന് ആ എഴുത്തുകാരന് വിശ്വാസമുള്ള വായനക്കാർ പറഞ്ഞതിന് ശേഷം അടുത്ത പതിപ്പിൽ അതിൻ്റെ അന്ത്യം മാറ്റി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള സംഭവം ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ കൃതി സമർപ്പിക്കുന്നു. ഞാൻ ഔദ്യോഗികമായിട്ട് എന്ന് പറഞ്ഞതിന് കാരണം ഇതിന് മുൻപ് ഞാൻ ചെറിയ നോവലറ്റുകൾ എഴുതിയിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ഒരു നോവൽ എഴുതി അതിൻ്റെ കയ്യെഴുത്ത് പ്രതിയെ നഷ്ടമായി പോയി. അതെവിടെയോ പ്രസിദ്ധീകരിച്ചതാണ്. പക്ഷെ അതിപ്പോൾ എന്നെ തേടി വന്നു. ഈ പറഞ്ഞതുപോലെ എനിക്ക് യാതൊരു വിധത്തിലും പരിചയമില്ലാത്ത ഒരു വായനക്കാരനാണ് അത് മെയിൽ ചെയ്ത് അയച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഞാൻ ഔദ്യോഗികമായി ആദ്യത്തേത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് പ്രസിദ്ധീകരിച്ച DC ബുക്സിനോട് എനിക്ക് കടപ്പാടുണ്ട്. ഇത് ഇവിടെ പ്രകാശനം ചെയ്ത ശ്രീ തമ്പാൻ സാറിനോട് കടപ്പാടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യത്തെ അംഗീകാരം എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് ആര്യാവർത്തനത്തിന് ലഭിച്ച തോപ്പിൽ ദേവി ഫൗണ്ടേഷൻ അവാർഡാണ്. ആ കമ്മിറ്റിയിൽ അദ്ദേഹം മെമ്പറായിരുന്നു. അത് കിട്ടിയതിൽ പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല.
അപ്പോൾ അങ്ങനെ ഐശ്വര്യമുള്ള കൈകൊണ്ട് തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വളരെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന അശോകൻ ചെരുവിലിനെ കാണാൻ പറ്റി. മറ്റ് എഴുത്തുകാരെ, പുതിയ തലമുറയിലെ ന്യൂ ജനറേഷൻ എഴുത്തുകാരെ കാണാൻ പറ്റി. നിങ്ങളെ എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. ചാരിതാർത്ഥ്യത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ശ്രീ TK അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തമ്പാൻ സാർ, അശോകേട്ടൻ, ചന്ദ്രമതി ടീച്ചർ, രാജീവ് ശിവശങ്കർ, നിഷാദ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തുള്ള സൗഹൃദ സദസ്സിന് എൻ്റെ വന്ദനം. അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ, KG ശങ്കരപിള്ളയെ പോലെ, അശോകൻ ചെരുവിലിനെ പോലെ, ചന്ദ്രമതിയെ പോലെ ഇത്രയും കേരളത്തിലെ പ്രഗത്ഭരായ 4 എഴുത്തുകാരുടെ കൂടെ എൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ എഴുത്തിലെ ഏറ്റവും പുതിയ ശബ്ദങ്ങൾ നമ്മൾ പറയുന്ന രാജീവ് ശിവശങ്കർ, നിഷാദ്, ഷീബ ഇവരുടെയൊക്കെ പുസ്തകങ്ങളുടെ കൂടെ എൻ്റെ പുസ്തകവും പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ആദ്യം തന്നെ പ്രകടിപ്പിക്കുന്നു. ഒരുപക്ഷെ ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളവും സങ്കടങ്ങളിൽ നിന്നായിരിക്കും എഴുത്ത് വരിക എന്ന് പറയാറുണ്ട്. പക്ഷേ എൻ്റെ പേടിയിൽ നിന്നാണ് എൻ്റെ എല്ലാ എഴുത്തും. ഞാനങ്ങനെ എഴുത്തിൻ്റെ വഴിയിൽ ഒരു പുതിയ ഒരാളാണ് എങ്കിൽ കൂടി ഒരു പേടിയിൽ നിന്ന് എഴുത്ത് രൂപപ്പെടുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ ഇതുപോലുള്ളൊരു വേദിയിൽ വെച്ച് ആണ് എൻ്റെ ഒന്നാമത്തെ നോവൽ DC ബുക്സ് അൽക്കാഫിറും സംവാദങ്ങളുടെ പുസ്തകം എന്ന് പറയുന്ന നോവൽ പ്രകാശനം ചെയ്യപ്പെട്ടത്. അന്ന് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് സംസാരിച്ചത് എൻ്റെ പേടിയാണ് ഇത് എത്രത്തോളം ആളുകൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളത്. എന്തായാലും ഒരുപാട് ആളുകൾ അത് വായിച്ചില്ല. ഒന്നാമത്തെ കോപ്പി, ഒന്നാമത്തെ പ്രിന്റ്, ഒന്നാമത്തെ പതിപ്പ് വിറ്റഴിഞ്ഞുവെങ്കിലും ഒരുപാട് പേരത് വായിക്കാത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരർത്ഥത്തിൽ ഈ ഒരു രണ്ടാമത്തെ നോവൽ തീർച്ചയായിട്ടും വലിയൊരു പേടിയിൽ നിന്ന് രൂപപ്പെട്ടത് തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ കണ്ണൂരുകാരനാണ്, ഞാൻ പാനൂരുകാരനാണ്, തലശ്ശേരിക്കടുത്ത പാനൂരുകാരനാണ്. ഈ പുസ്തകം ആദ്യമായിട്ട് എഴുതി എൻ്റെ കൂട്ടുകാരിയും എൻ്റെ ഭാര്യയുമായ പ്രസിദ്ധയോട് ഈ പുസ്തകം ആദ്യമായിട്ട് വായിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേ അവൾ ആദ്യം പറഞ്ഞ ചോദ്യം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടതുണ്ടോ, എഴുതേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഒരു പേടിയാണ്. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു പാനൂരിൽ നമുക്ക് ഗംഭീരമായ ഒരു പ്രകാശനം നിർവഹിക്കണം, ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞത് ആയിട്ടില്ല, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പേടിയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എഴുത്തുകാരങ്ങനെയൊക്കെ പ്രത്യേകിച്ചും പുതിയ തലമുറയിൽപ്പെട്ട ഞങ്ങളെ പോലെ എഴുത്തുകാരങ്ങനെയൊക്കെ പേടിച്ച് എഴുത്ത് എന്തായാലും ആളുകളുടെ മുമ്പിൽ ഇത് എത്തും. അങ്ങനെ പേടിക്കേണ്ടതെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ വന്ന കഥകൾ, കണ്ണൂരിനെ കുറിച്ച്, തലശ്ശേരിയെ കുറിച്ചൊക്കെ വന്ന കഥകൾ പൂർണ്ണമായിട്ട് ശരിയാണോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ഒരു ജനതയെ നിങ്ങൾ പൊതുസമൂഹം സമീപിക്കേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ശ്രമം എന്ന അർത്ഥത്തിലാണ് ഈ നോവൽ ചോരപ്പുഴകൾ എന്ന് പറയുന്ന നോവൽ മാറുന്നത്. കണ്ണൂർ രാഷ്ട്രീയം ഒരുപാട് പഠിക്കപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഈയിടെ ഒരു പുസ്തകം ശ്രദ്ധയിൽപ്പെട്ട അവരുടെ PhD തീസിസിന്റെ പൂർണ്ണരൂപം ഈയിടെ ഈ നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മാസം മുമ്പ് എൻ്റെ കയ്യിൽ എത്തിച്ചേർന്നു. ഒരു വലിയൊരു തീസിസ് കണ്ണൂർ, പ്രത്യേകിച്ചും പാനൂർ രാഷ്ട്രീയത്തെ കുറിച്ച് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഒരു പെൺകുട്ടി പഠിക്കുക. എനിക്ക് അത്ഭുതം തോന്നിയത്. അതോടൊപ്പം തന്നെ കണ്ണൂർ എസ്എൻകോളേജിലെ ഒരു അധ്യാപകന്റെ ശ്രദ്ധേയമായ റിസർച്ച് വർക്ക് കണ്ണൂർ പൊളിറ്റിക്സ് ആയിരുന്നു. അതിന്റെ ഒരു സാംസ്കാരിക പഠനം എന്ന അർത്ഥത്തിൽ അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണൂർ പൊളിറ്റിക്സ് ഈ രീതിയിലൊക്കെ പഠിക്കപ്പെടുന്നു, ഈ രീതിയിലൊക്കെ അന്വേഷിക്കപ്പെടുന്നു. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഞങ്ങൾ കണ്ണൂരുകാരുടെ ഈ അനുഭവ മേഖലയിലൂടെ കടന്നുപോകുന്ന ആളുകളുടെ ഭാഗത്ത് ഇതിനെ കാണുമ്പോൾ എങ്ങനെയാണ് കണ്ണൂർ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടത്, എന്താണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ സംഭവിച്ചു കഴിഞ്ഞത്, അങ്ങനെ തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ണൂരിൽ സംഭവിച്ചു കഴിഞ്ഞത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്, ഈ ഒരു കാര്യമാണ് ഒരുപക്ഷെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആണ് ഈ ഒരു പുസ്തകം. യഥാർത്ഥത്തില് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ ഒന്നല്ല കണ്ണൂർ രാഷ്ട്രീയം, പാനൂർ തലശ്ശേരി രാഷ്ട്രീയം, പാനൂർ രാഷ്ട്രീയം എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ്, ഒരു വലിയ വളരെ വിനീതമായ ഒരു ശ്രമമാണ് ഈ ഒരു പുസ്തകം.
അല്ലാതെ ഇതിനെ എന്തോ ഒരു വലിയ സംഭവം പോലെ എഴുന്നള്ളിക്കേണ്ട ഒന്നല്ല, തീർച്ചയായും. പക്ഷേ എൻ്റെ ചില സംശയങ്ങൾ, എൻ്റെ ചില പേടികൾ, എൻ്റെ സങ്കടങ്ങൾ, ഇവിടെ എൻ്റെ കുട്ടിയൊക്കെ വളരെ ചെറിയ സമയം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു സദസ്സിൽ വെച്ച് ഒരു ദീർഘമായ ഒരു സംസാരം അനാവശ്യമാണ്. വളരെ ലളിതമായിട്ട് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്താം. എൻ്റെ കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അവന് 5 വയസ്സാണ്. ഒരുപക്ഷെ കണ്ണൂർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ണൂർ രാഷ്ട്രീയത്തിന് ഈ സംഭവങ്ങൾ അവൻ അറിയുന്നില്ല. പക്ഷേ ഒരർത്ഥത്തിൽ ആ കുട്ടി പോലും എൻ്റെ 6 വയസ്സുകാരനായ ജനിച്ചു വീഴുന്ന അന്ന് മുതൽ കണ്ണൂരിലെ സംഘർഷങ്ങൾ ഏതൊക്കെയോ ജീവിതത്തിൽ ബാധിച്ചൊരു കുട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മനഃശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്താനല്ല. തീർച്ചയായും ഞാനൊരു അരാഷ്ട്രീയവാദിയേ അല്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പൂർണ്ണമായിട്ടും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ എനിക്ക് എൻ്റെതായ ചിന്തകളും എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് മറന്നുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഒരു അരാഷ്ട്രീയമായ ഒരു ചിന്ത എൻ്റെ പുസ്തകത്തിലില്ല, തീർച്ചയായിട്ടും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. എൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ജനിച്ചു വീണ ആ സമയത്ത്, ഭാര്യ ഗർഭിണിയായ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്മൾ അല്പം മനഃശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ബോധ്യപ്പെടുന്നത്. ഈ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ വച്ച് തന്നെ മുറിവ് നൽകിയ ഒന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഈ കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ സ്വീകരിക്കപ്പെട്ട ചില കാര്യങ്ങൾ. ഇത് ഞാൻ ഒരുപക്ഷെ ഒരു മനഃശാസ്ത്രപരമായ ഒരു കോണിലൂടെ കാണാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കുട്ടി ജനിച്ചു വീണ തന്നെ കുട്ടിക്ക് പേടി. വളരെ വിചിത്രമായ ചില കാര്യങ്ങളാണ്. കുട്ടി ജനിച്ചു വീണ അന്ന് തന്നെ കുട്ടി അനുഭവിക്കുന്ന സംഘർഷം അത് എൻ്റെ ഭാര്യയുടെ പേടിയാണ്. എൻ്റെ ഭാര്യയുടെ പേടി എൻ്റെ കുട്ടിയിലേക്ക് ലഭിക്കുകയാണ്. ഈ കാര്യം ഞങ്ങളല്ലാതെ വേറെ ആരാണ് പറയുക? ഇത് പറയാതെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ, ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാളെന്ന രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? കുട്ടിക്ക് ഇപ്പോഴും പേടിയാണ്. മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ അനുഭവിക്കുന്ന പേടി ഞങ്ങളുടെ പ്രദേശം ആ കുഞ്ഞിന് നൽകിയത് ഇത് എല്ലാ പ്രദേശത്തും ഉണ്ടാവും. ഒരു പാനൂരുകാരുടെ പ്രശ്നമല്ല. പേടിയോടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഇതൊരു പക്ഷേ കേരളത്തിലെ പല സ്ഥലങ്ങളിലുണ്ടാവും. കണ്ണൂർ ജില്ലയിലോ പാനൂരിലോ മാത്രമല്ല. പക്ഷെ ഇത് പറയേണ്ടതില്ലേ? ഒരുപക്ഷെ ബൈപ്പോളാർ ഡിസീസ് എന്ന് പറയുന്ന ഒരു മനോരോഗമുണ്ട്. ബൈപ്പോളാർ ഡിസീസിന്റെ ഒരു സവിശേഷത എന്നുള്ളത് ഒന്നുകിൽ മാനിയാക്കാവും അല്ലെങ്കിൽ ഡിപ്രഷനാണ്. 2 തരത്തിലാണ് ബൈപ്പോളാർ ഡിസീസ് അതിനെ കുറിച്ച് സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ മാനിയാക്കായിട്ട് എന്തും ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവുക, മറ്റൊന്ന് വളരെ ഡൗൺ ആയി പോകുക, ഡിപ്രഷനിലേക്ക് വരിക. ഇത് അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇത് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് എനിക്ക് പരിചയമുള്ള, എനിക്ക് ഏതെങ്കിലും സമയത്ത് ഞാനുമായിട്ട് ഇടപെട്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരായ എൻ്റെ സുഹൃത്തുക്കൾ, പാനൂരിൽ മരിച്ചു വീണ എൻ്റെ സുഹൃത്തുക്കൾക്കാണ് ഞാൻ ഇത് സമർപ്പിച്ചിട്ടുള്ളത്. കാരണം അവരനുഭവിക്കുന്ന സംഘർഷം മരിച്ചവരല്ല സംഘർഷം അനുഭവിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരാണ്. ഈ ഒരു കാര്യം പറയേണ്ടതുണ്ട്. മരിച്ചു കഴിഞ്ഞവരല്ല സംഘർഷം അനുഭവിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന ആളുകൾ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സംഘർഷത്തിന്റെ അവസ്ഥ. ഇതെല്ലാവിടെയും ഉണ്ട്. ഈ ഒരു കാര്യം വളരെ വിനീതമായിട്ട് പറയാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ചോരപ്പുഴകൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വിലയിരുത്തുള്ളൂ. ഒരുപക്ഷെ അൽകാഫിറുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എനിക്ക് സമ്മാനിച്ച കുറേയേറെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇത് എഴുതപ്പെടേണ്ട ഒരു പുസ്തകമാണ്. എത്ര പേരുടെ കയ്യിൽ എത്തിയെന്നല്ല, ഒരു പുതിയ എഴുത്തുകാരൻ എന്ന രീതിയിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരമാണ് തീർച്ചയായിട്ടും എൻ്റെ എഴുത്ത്. ഇപ്പോ മതം എന്താണ് എന്നൊരു അന്വേഷണം എന്ന അർത്ഥത്തിലാണ് നേരത്തെ അൽകാഫിറുൻ എഴുതിയത്. അത് ഒരു ചെറിയ വിഭാഗം വായനക്കാരെങ്കിലും അത് ആ പുസ്തകം സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു പുസ്തകം, ചോരപ്പുഴകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം, ചോരപ്പുഴകളല്ല, ഒരു പക്ഷേ എൻ്റെ കണ്ണീർ പുഴയാണ്. ഞങ്ങളുടെ, അങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം, ഞങ്ങൾ പാനൂരുകാരുടെ സങ്കടങ്ങളാണ്. ഇത് അവസാനിക്കുന്നില്ല. അവിടെയാണ് ഇതിന്റെ ഒരു ആശങ്ക. ഈ സംഘർഷങ്ങൾ അവസാനിച്ചു കഴിഞ്ഞില്ലേ എന്നുള്ള ഏറ്റവും ലളിതമായ ഒരു ചോദ്യമുണ്ട്. പിന്നെ എന്തിനാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്? ഇത് ഞങ്ങളൊക്കെ
മരിക്കുമ്പോൾ ഇത് തുടർന്നൊരു സംഭവമാണ് ഒരർത്ഥത്തിൽ. കാരണം മാനസികമായിട്ട് ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അക്രമം നിന്നേക്കാം, പ്രശ്നങ്ങൾ നിന്നേക്കാം. ഞങ്ങളുടെ പ്രദേശം ഇപ്പോൾ വളരെ സമാധാനപരമാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. വളരെ സമാധാനപരമായിട്ട് നാട് മുന്നോട്ട് പോകുന്നത് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ്. പക്ഷെ ഈ മുറിവ് ഏറ്റുവാങ്ങിയ ആളുകൾ, ഞാൻ ഇങ്ങനെ വാചാലനാവുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഈ മുറിവ് ഏറ്റുവാങ്ങിയ ആളുകൾ, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സൈക്കിക് പ്രശ്നമായിട്ട് ഭയത്തിൽ നിന്നാണ് മരണമടയുന്നത്, ആത്മഹത്യയിലേക്ക് പോകുന്നത്. എല്ലായ്പ്പോഴും പേടിച്ച് നടക്കാൻ വിധിക്കപ്പെട്ട കുറേയേറെ ആളുകൾ, ഒരുപക്ഷെ ഞാൻ കണ്ട ആളുകൾ, അത്യാവശ്യം കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ മുമ്പിലേക്ക് വന്നപ്പെട്ട കുട്ടികൾ ഒക്കെ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ. ഇപ്പോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട വായനക്കാർ, ഈ പുസ്തകത്തെ തള്ളാനും കൊള്ളാനുമുള്ള അവകാശം തീർച്ചയായിട്ടും വായനക്കാരുടെ കയ്യിലാണ്. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ, വളരെ വിനീതനായ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഈ പുസ്തകത്തെ ഏത് രീതിയിലും, ഒരുപക്ഷെ നാളെ ഈ എഴുത്ത് ചവറ്റുകൊട്ടിയിലെ, അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നാളെ ഈ പുസ്തകം ചവറ്റുകൊട്ടിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും ഇത് കുറച്ചുപേരുടെ കയ്യിൽ എത്തും. ആദ്യ വായനാനുഭവങ്ങൾ വന്നു തുടങ്ങി. നേരത്തെ ഒരാഴ്ച മുമ്പേ, ഇങ്ങനെ അവകാശപ്പെടുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഒരാഴ്ച മുമ്പേ DCയുടെ പുസ്തകശാലയിൽ പുസ്തകം എത്തിയിട്ടുണ്ട്. ഏതായാലും ആദ്യ വായനാനുഭവങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ സങ്കടങ്ങൾക്ക്, വേദനകൾക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇവിടെ എൻ്റെ കൂടെ ഈ നല്ല ഒരു വേദിയിൽ അശോകേട്ടൻ്റെ കൂടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രപതി ടീച്ചറുടെ കൂടെ, രാജീവ് ശിവശങ്കറിന്റെ കൂടെ, നിഷാദിന്റെ കൂടെ ഒരു പുസ്തകം പ്രകാശിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ നേരത്തെ മാതൃഭൂമിയിലൊക്കെ അതിമനോഹരമായ കവിതകൾ നേരത്തെ നമ്മളൊക്കെ വായിച്ചതാണ്. ആ ഒരു പുസ്തകത്തിന്റെ കൂട്ടത്തിൽ ഒരു പരിഗണന എനിക്ക് കൂടി കിട്ടുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. KGSന്റെ കവിതകൾ, അവിടെ പിന്നെ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരൻ അശോകേട്ടന്റെ പുസ്തകം, ചന്ദ്രമതി ടീച്ചറുടെ പുസ്തകം നമ്മൾ വളരെ താല്പര്യത്തോടെ വായിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ, അതോടൊപ്പം തന്നെ രാജീവ് ശിവശങ്കർ ആദ്യത്തെ പുസ്തകം തന്നെ തമോവേദം എന്ന് പറയുന്ന നോവൽ നിങ്ങളുടെ വായന അനുഭവമായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ടാവും. തമോവേദം സാത്താനിക് പൂജയെക്കുറിച്ച്, ഇന്നും കേരളത്തിൽ നടക്കുന്ന സാത്താൻ പൂജയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായിട്ട് വന്ന, അല്ലെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് മലയാളത്തിലേക്ക് വന്ന വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങളിലൊന്നാണ്. അപ്പം അങ്ങനെ ഒരു എഴുത്തുകാരൻ, പുതിയ തലമുറയിൽപ്പെട്ട ഒരു എഴുത്തുകാരൻ നിഷാദിന്റെ പുസ്തകം വായിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പുസ്തക പ്രകാശനം ചെയ്യപ്പെട്ടതിൽ വളരെ സന്തോഷം പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അഭിജാതമായ ഈ സദസ്സ് അവർക്കും എൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ കുറച്ച് പേര് ഇവിടെയുണ്ട്, തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ. ബാക്കി എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി, കടപ്പാട് അറിയിക്കുന്നു. നന്ദി. ശ്രീ രാജീവ് ശിവശങ്കറെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ആദരണീയരായ ശ്രീ ഡോക്ടർ എം.ആർ. തമ്പാൻ, ശ്രീ അശോക ജലീൽ, ചന്ദ്രവതി ടീച്ചർ, പ്രിയപ്പെട്ട നിഷാദ്, T.K. അരുൺകുമാർ. മഴ പെയ്ത ശേഷം ഒരു മരം പെയ്യുന്നത് പോലെയുള്ളൂ ഇനിയൊരു പ്രസംഗത്തിൻ്റെ പ്രസക്തി. കാരണം പ്രഗത്ഭരായ ആൾക്കാർ പ്രസംഗിച്ച ശേഷം പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. വായനയെ ആഴത്തിലറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഇതുപോലെ സദസ്സിന് മുമ്പിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും അവകാശപ്പെടാനുമില്ല. കാരണം ഇന്നലെ വരെ ഞാൻ ഇതുപോലെ സദസ്സിലിരുന്ന് ഇത്തരം വേദികൾ പങ്കിട്ടിട്ടുള്ള ആളാണ്. വളരെ വൈകി എഴുതി തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഏപ്രിലാണ് എൻ്റെ ആദ്യത്തെ നോവൽ തമോവേദം പുറത്തിറങ്ങിയത്. അതിനുശേഷം 5 മാസത്തിനുള്ളിൽ ഈ നോവൽ പ്രാണസഞ്ചാരം ഒരു നോവൽ എഴുതാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അത്ഭുതവുമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും പുതിയ തലമുറ എഴുത്തുകാരെ ആദരിക്കുകയും അറിയിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന DC പോലുള്ള പ്രസിദ്ധീകരണക്കാർക്ക് പ്രത്യേക നന്ദി. ഇവിടെ സംബന്ധിച്ച എൻ്റെ ഈ ചടങ്ങിൽ എത്തിയ എല്ലാവർക്കും വിനീതമായ നന്ദി. ശ്രീ BH നിഷാദിനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ശ്രീ അശോകൻ ജെൽവിൻമാർ, ചന്ദ്രമതി ടീച്ചർ, തമ്പാൻ, രാജീവ് ശിവശങ്കർ, അനിൽ മാഷ്, പ്രിയപ്പെട്ട സദസ്യരെ, എഴുത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം
എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു കഥയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അനുഭവമാണിത്. അത് ഏതാണ്ട് ഇങ്ങനെ പറയാമെന്ന് തോന്നുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ദിവസം ഒരു കടയിൽ ചെന്നിട്ട് ഒരു ചെരുപ്പ് ആവശ്യപ്പെടുകയാണ്. ഷൂസാണ് അയാൾക്ക് വേണ്ടത്. അപ്പോൾ അയാളുടെ ശരിക്കുള്ള ഷൂസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8ആണ്. അപ്പം അവിടുത്തെ സെയിൽസ്മാൻ അയാൾക്ക് 8 സൈസിലുള്ള ഒരു ഷൂ എടുത്തു കൊടുക്കുന്നു. അപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നു, എനിക്ക് കുറച്ചും കൂടി ചെറിയൊരു ഷൂസ് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു പറയുന്നു. ഉടനെ സെയിൽസ്മാൻ 7 സൈസിലുള്ളൊരു ഷൂസ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ആ ഷൂസ് ഇട്ട് നോക്കുന്നു. അപ്പം കുറച്ച് ടൈറ്റായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഉടനെ ഇയാൾ പറയുന്നു, ഇത് കുറച്ചുകൂടി ചെറിയൊരു സൈസിലുള്ളൊരു ഷൂ കിട്ടിയാൽ നന്നായിരുന്നു പറയുന്നു. ഉടനെ 6 സൈസിലുള്ളൊരു ഷൂ എടുത്തു കൊടുക്കുന്നു. അത് വളരെ കഷ്ടപ്പെട്ട് ഇയാൾ കാലിടുകയാണ്. ഉടനെ ഇയാൾ പറഞ്ഞു, എനിക്ക് ഈ ഷൂ മതി. ഉടനെ ഇത് കണ്ട് വളരെ അത്ഭുതപ്പെട്ട് ഈ സെയിൽസ്മാൻ ചോദിക്കണം, സാറിൻ്റെ സൈസ് 8ആണ്, പിന്നെ എന്തിനാണ് സാർ ഈ 6 സൈസിലുള്ള ഇത്രയും കഷ്ടപ്പെട്ട് ഇടാൻ പറ്റുന്ന ഷൂസ് വാങ്ങുന്നത്? അപ്പോൾ അയാൾ ഒരു നിമിഷം സെയിൽസ്മാനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളോട് ഇരിക്കും, ഞാൻ പറയാം. ഇയാൾ പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 2 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഓഫീസിലെത്തുന്നത്. ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ 100,000 ഫയലുകൾ നോക്കാനുണ്ടാവും. അതിന് പുറമെ മേലുദ്യോഗസ്ഥരുടെ വക ശകാരം കേൾക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും 2 മണിക്കൂറോളം ഇടിയും കുത്തുമൊക്കെ സഹിച്ച് ബസ്സിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വെറും നരകമാണ് ഒരു ദിവസത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനൊരു ഷൂസ് ഇട്ടിട്ട് ഞാൻ ഓഫീസിൽ പോവുകയാണെങ്കിൽ വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാനിത് ഊരുമ്പോൾ എൻ്റെ കാല് എന്ന് പറയുന്നത് ഏതവസ്ഥയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് ഊരുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷൂസ് വാങ്ങുന്നത്. എനിക്ക് തോന്നുന്ന എഴുത്ത് എന്ന പ്രക്രിയ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ദുരിതം തന്നെയാണ്. എന്നെപ്പോലെ സാമാന്യം മടിയനായ ഒരു വ്യക്തി എഴുത്തിന് വേണ്ടി ഇരിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ വേദന തിന്നു അല്ലെങ്കിൽ ഒട്ടേറെ എന്തിനു വേണ്ടിയാണ് എന്ന് പലപ്പോഴും എന്നെക്കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഈ ഷൂസിൻ്റെ കഥയിൽ പറഞ്ഞതുപോലെ അവസാനം കിട്ടുന്ന ആശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ തീരും, ഇങ്ങനെ ചെയ്തേ തീരൂ എന്ന് തോന്നുമ്പോൾ ഇത്തരത്തിലുള്ള ചില ദുരിതങ്ങൾ ഞാൻ ഏറ്റെടുക്കാറുണ്ട്. ഈ DC സാഹിത്യോത്സവത്തിൽ വെച്ച് ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട 3 എന്ന നോവലും ഞാൻ ഏതാണ്ട് അങ്ങനെ തന്നെ പൂർത്തീകരിച്ചതാണ്. ഈ വർഷം DC-യുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ വേണ്ടി ഒരു നോവൽ എന്നൊരു സമ്മർദ്ദം വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ആ എഴുതിയ നോവലിൻ്റെ മുകളിൽ ഒരു 3 അധ്യായം കൂടി, അതായത് പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം 3 അധ്യായങ്ങൾ കൂടി ചേർത്ത് ഇന്നിപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ട രൂപത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പം ഈ നോവൽ വായിച്ചവരായിട്ട് ഇവിടെ സദസ്സിലുള്ള വീണയും ജേക്കബും അല്ലാതെ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പലരും, ഇവൻ ഞാനടക്കം ഇത് പ്രിന്റ് ചെയ്തൊരു രൂപത്തിൽ ഇപ്പോഴാണ് കാണുന്നത്. പ്രേമം എന്നു പേരുള്ള ഒരു സാങ്കല്പിക രാജ്യത്ത് 3 എന്നൊരു നിയമം വരുമ്പോൾ അതിന് പിറകെ ഓടുന്ന ഒരു ജനതയുടെ, അല്ല അതിനനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുരിതമാണ് ഈ നോവലിൽ ഞാൻ പറയുന്നത്. ഇതൊരു സാങ്കല്പിക രാജ്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് യാഥാർത്ഥ്യങ്ങളൊക്കെ പറയണമെങ്കിൽ സാങ്കല്പിക രാജ്യങ്ങൾ വേണം. ഇപ്പം അനിൽ മാഷിൻ്റെ നോവലും സാങ്കല്പിക രാജ്യത്താണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലുള്ള അടുത്ത കാലത്ത് ഇറങ്ങിയ പല നോവലുകളും സാങ്കല്പിക രാജ്യത്ത് വെച്ച് പറയേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. ഒരുപക്ഷെ യാഥാർത്ഥ്യത്തെക്കാൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത കിട്ടുന്ന ഒരു കാലമായത് കൊണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നോവൽ. എന്തുകൊണ്ട് ഈ നോവൽ എന്നൊരു ചോദ്യത്തിന് എനിക്ക് പറയാൻ തോന്നുന്നത് അടുത്ത കാലത്ത് വായിച്ച ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൽ അമേരിക്കയിലെ റോണി ജോൺസ് എന്ന ഒരു അധ്യാപകൻ്റെ അനുഭവം പറയുന്നുണ്ട്. 1967 അദ്ദേഹം അമേരിക്കയിലെ ഒരു സ്കൂളിൽ നടത്തിയ ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് ആ കഥ. ഈ കഥയിലെ നായകനായ റോണി ജോൺസ് തൻ്റെ ക്ലാസ്സുകൾ സവിശേഷമായ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ നടത്തുന്നതിൽ വളരെ ശ്രദ്ധേയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ എപ്പോഴും കുട്ടികൾ ആവശ്യത്തിൽ കൂടുതൽ നിറയുമായിരുന്നു. കാരണം അത്രയും പ്രശസ്തമായ രീതിയിൽ അല്ലെങ്കിൽ അത്രയും
വിദ്യാർത്ഥി പങ്കാളിത്തത്തോടു കൂടിയാണ് അദ്ദേഹം ക്ലാസ്സുകൾ നടത്തിയിരുന്നത്. ഒരു ദിവസം അദ്ദേഹം തന്നെ ക്ലാസ്സിൽ ഫാസിസത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലരായ കുട്ടികൾ അദ്ദേഹത്തോട് ചോദിച്ചു, സർ, ജർമ്മനിയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ ഫാസിസം എന്ന ഒരു സംഭവം വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്രയേറെ ജൂതന്മാരെ കൊന്നൊടുക്കിയിട്ടും അവിടുത്തെ എഴുത്തുകാരും ബുദ്ധിജീവികളും നിശബ്ദത പാലിച്ചത്? ഇങ്ങനൊരു സംഭവം അവർ എന്തുകൊണ്ട് കണ്ടു എന്ന് നടിച്ചില്ല? സത്യത്തിൽ ആ ചോദ്യത്തിന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഉത്തരം പറയാൻ റോണി ജോൺസ് എന്ന അധ്യാപകന് കഴിഞ്ഞിരുന്നില്ല. സത്യത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഒരു പ്രഹരമായിരുന്നു ആ ചോദ്യം. അദ്ദേഹം പെട്ടെന്ന് തൻ്റെ ക്ലാസ് നിർത്തുകയും വളരെ അപ്സെറ്റായി തൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരു 3-4 ദിവസം ക്ലാസ്സിലേക്ക് പോയതേ ഇല്ല. പിന്നീട് ഒരു തിങ്കളാഴ്ച അദ്ദേഹം തൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് പറയുകയാണ്, നമുക്കിനി അച്ചടക്കത്തെക്കുറിച്ച് സംസാരിക്കാം. പിന്നീട് അദ്ദേഹം 1 മണിക്കൂറോളം സംസാരിക്കുന്നത് അച്ചടക്കം ഉണ്ടാകുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് മനുഷ്യരിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയുമായിരുന്നു. അദ്ദേഹം അന്ന് മുതൽ, ആ പീരീഡ് മുതൽ തൻ്റെ ക്ലാസ് റൂമുകൾ വേറെ രീതിയിൽ ക്രമീകരിക്കാൻ തുടങ്ങി. കുട്ടികളോട് കൃത്യമായി ഇന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പെരുമാറണം, പ്രത്യേകം മാനറിസംസ് കുട്ടികൾക്ക് നിർദ്ദേശിക്കാൻ തുടങ്ങി. മാത്രമല്ല, ക്ലാസ്സിൽ ഓരോ കുട്ടികളും ഉത്തരം പറയുമ്പോൾ, ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയുമ്പോൾ മിസ്റ്റർ ജോൺസ് എന്ന് അഭിസംബോധന ചെയ്യണം എന്നൊരു നിർബന്ധ നിയമം കൂടി അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അതുണ്ടാക്കിയ മാറ്റം അത്ഭുതമായിരുന്നു. കുട്ടികൾ അതുവരെ ക്ലാസ്സിൽ അലസന്മാരായിരുന്ന കുട്ടികൾ അതിൽ കൂടുതൽ ഊർജ്ജസ്വലരായി ക്ലാസ്സിൽ പങ്കാളികളാവുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിട്ടും അദ്ദേഹം മനസ്സിലാക്കി. ഈ രീതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അച്ചടക്കം ഭയങ്കര മാറ്റങ്ങളാണ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നത്. അയാൾ അതിൻ്റെ പിറ്റേ ദിവസം പുതിയ നിയമം കൊണ്ടുവന്നു. റോണി ജോൺസ് പറഞ്ഞു, ഇന്നു മുതൽ നമ്മൾ ഈ സ്കൂളിൻ്റെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും പ്രത്യേക രീതിയിൽ കൈകൾ ചലിപ്പിച്ചുകൊണ്ടായിരിക്കും പരസ്പരം അഭിസംബോധന ചെയ്യുക. അതിനുശേഷം കുട്ടികൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഈ രീതിയിൽ അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു 3-ാം ദിവസം ആയപ്പോഴേക്കും റോണി ജോൺസിന്റെ ക്ലാസ്സിൽ മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് പോലും കുട്ടികൾ ഈ മെത്തേഡ് അറിഞ്ഞുകൊണ്ട് പങ്കെടുക്കാൻ തുടങ്ങി. പലപ്പോഴും ക്ലാസ്സിൽ സീറ്റുകൾ കിട്ടാത്ത അവസ്ഥ വന്നു. വീണ്ടും പുരോഗമിക്കുമേ മറ്റ് സ്കൂളുകളിൽ പോലും ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പലരും ഇതിന്റെ ഭാഗമാകാൻ തുടങ്ങി. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം റോണി ജോൺസ് ക്ലാസ്സിൽ വന്ന് പ്രഖ്യാപിച്ചു, നോക്കൂ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഫാസിസം എങ്ങനെയാണ് ജനങ്ങളെ അതിൻ്റെ അടിമകളാക്കുന്നത് എന്നാണ്. ഞാൻ ഈ പരീക്ഷണം ഇവിടെ വെച്ച് നിർത്തുകയാണ്. പക്ഷെ അതിന് അദ്ദേഹത്തിന് ലഭിച്ച പ്രതികരണം എന്ന് പറയുന്നത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പലരും ഇത് നിർത്താൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു അച്ചടക്കം അവരെ ഏതൊക്കെ രീതിയിൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അച്ചടക്കമുള്ളവരാക്കി മാറ്റി എന്നതിൻ്റെ മേന്മയെക്കുറിച്ച് സംസാരിക്കാൻ പലരും തയ്യാറായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ നോവൽ പറയാൻ ശ്രമിക്കുന്നതും ഇതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമല്ല. 3 എന്ന നിയമത്തിന് കീഴിൽ ഒരു ജനതയെ എങ്ങനെയാണ് അച്ചടക്കമുള്ള പൗരന്മാരാക്കി ഒരു ഭരണകൂടം മാറ്റുന്നത് എന്നാണ് ഞാൻ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ പോലുള്ള നേതാക്കന്മാരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളായി ഉയർത്തിക്കാട്ടുന്ന ഒരു കാലത്ത് ഇത്തരം നോവലുകൾക്കും അതിൻ്റെ ഇടപെടലുകൾക്കും ഒരുപാട് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇന്നീ വേദി എനിക്കിവിടെ അശോകൻ മാഷിനെ പോലുള്ള ചന്ദ്രമതി ടീച്ചറെ പോലുള്ള പ്രമുഖരുടെ കൂടെ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 വർഷം മുമ്പ് മനോരമ വാർഷിക പതിപ്പിൽ വന്ന ചതുരവും സ്ത്രീകളും എന്നൊരു കഥ വായിച്ച് ഞാൻ അശോകൻ മാഷിന് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. സാറന്ന് എനിക്ക് മറുപടി അയച്ചിരുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും വായനക്കാരൻ എന്ന നിലയിലും ഞാൻ വളരെ സന്തോഷിച്ച ഒരു മുഹൂർത്തമായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ ഇന്നാണ് ഇവിടെ വെച്ച് കാണുന്നത്. അതുപോലെ തന്നെ ചന്ദ്രമതി ടീച്ചറെ ഞാൻ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ടീച്ചറുടെ 5ാമൻ്റെ വരവ് എന്ന മലയാള കഥയുടെ ഇംഗ്ലീഷ് വിവർത്തനം ടീച്ചർ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർക്ക് ഒരു കത്തയച്ച് ടീച്ചർ അത് അയച്ചു തരികയുണ്ടായി. അതിനുശേഷം ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും ടീച്ചറുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള അനിൽ മാഷ്, രാജീവ് ശിവശങ്കർ, ഇവരൊക്കെ ഉള്ള ഒരു പ്രബുദ്ധമായ ഒരു ചടങ്ങിൽ വെച്ച് ഇങ്ങനൊരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ മടിയെ ഈ ഒരു പുസ്തകമാക്കി മാറ്റിയ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ പ്രകാശ് മാരായിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നിവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത എൻ്റെ സുഹൃത്ത്
ഡിസൈനർ സൈനുൽ ലാബിന് എൻ്റെ പുസ്തകത്തിന് മനോഹരമായി കവർ ചെയ്തു തന്ന സൈനുൽ ലാബിന് നന്ദി പറയുന്നു. വേദിക്ക് പുറത്തുള്ള ടി.പി. രാജീവൻ മാഷ്, അമൽ, എഴുത്തുകാരായ അമൽ, വീണ, ജേക്കബ്, എൻ്റെ ബന്ധുക്കൾ എല്ലാവർക്കും നന്ദി പറഞ്ഞത് മൊത്തം നന്ദി. ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണിനി DC ബുക്സ് എഡിറ്റോറിയൽ വിഭാഗത്തിലെ ശ്രീ PS സുരേഷിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരും DC 18ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ചുള്ള പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അവസാന നിമിഷത്തിലാണെങ്കിലും ഈ പുസ്തക പ്രകാശനത്തിന് എത്തിയ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ തമ്പാൻ സാറിനോടുള്ള കൃതജ്ഞത. അതുപോലെ തന്നെ ടീച്ചർ ഇവിടെ വരുമ്പോൾ വളരെ ആകുലതയോട് പറഞ്ഞു, വളരെ ശുഷ്കമായ ഒരു സദസ്സിലാണ് നമ്മളുടെ പരിപാടി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. വേദിയെ പക്ഷേ സമ്പന്നമാക്കിയ തിരുവനന്തപുരത്തെ മുഴുവൻ സാഹിത്യപ്രേമികൾക്കും അതുപോലെ ഞങ്ങളുടെ എഴുത്തുകാരായ ശ്രീ അശോകൻ ചെരുവിൽ, ചന്ദ്രമതി ടീച്ചർ, TK അനിൽകുമാർ, രാജീവ് ശിവശങ്കർ, VH നിഷാദ് തുടങ്ങി എല്ലാവർക്കും DC ബുക്സിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിന്റെയും 7ാം ദിവസത്തെ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളാണ് ഇനി ഈ വേദിയിൽ അരങ്ങേറുന്നത്. ആദ്യത്തെ ഇനം കുച്ചിപ്പുടിയാണ്. അവതരിപ്പിക്കുന്നത് ഇടവ MRM KMM ഹയർ സെക്കൻഡറി സ്കൂളിലെ അരുണിമയാണ്.
ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അരുണിമ ഹരി അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം.
Tava
സവിതേ ഏകാക്കി സഖി പരവത്തിലേ ഏതമഖിലവും തവ 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 സവിതേ ഇനി കടക്കാവൂർ SSPBHSലെ അലിഷ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്. പോലേലം 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 പോലേലേലം പോലേലം 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 പോലേലേലം പോലേലം 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 പോലേലേലം അപ്പരലി പരലേ ഇഞ്ച പൂമണി പൂപ്പരലേ അപ്പരലി പരലേ ഇഞ്ച പൂമണി പൂപ്പരലേ പോലേലം 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 പോലേലേലം പോലേലം 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 പോലേലേലം അംഗവലിക്കലും ഇംഗവലിക്കലും നാണിച്ചു നിൽക്കണത് ഇഞ്ചപ്പാ നാണിച്ചു നിൽക്കണത് അംഗവലിക്കലും ഇംഗവലിക്കലും നാണിച്ചു നിൽക്കണത് ഇഞ്ചപ്പാ നാണിച്ചു നിൽക്കണത് പോലേലം 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 പോലേലേലം പോലേലം 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 പോലേലേലം അംഗച്ചെറുമൻ കള്ളു കുടിക്കുമ്പോ നിന്റെ ചെറുമനും കൂടെ കുടിക്കണ പിന്നെന്താണ്ടേ മുണ്ടേ നമ്മളെ തമ്മില് മുണ്ടിയാല് അംഗച്ചെറുമൻ കള്ളു കുടിക്കുമ്പോ നിന്റെ ചെറുമനും കൂടെ കുടിക്കണ പിന്നെന്താണ്ടേ മുണ്ടേ നമ്മളെ തമ്മില് മുണ്ടിയാല് പോലേലം 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 പോലേലേലം പോലേലം 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 പോലേലേലം അഞ്ചൊരു കുട്ടി ചിരിക്കുമ്പോ മിഞ്ചൊരു കുട്ടി മെനക്കെട്ട് അംഗച്ചെറുമൻ മാറു നിറച്ച് മുത്തം കൊടുക്കണതെന്തിനണ്ടേ അഞ്ചൊരു കുട്ടി ചിരിക്കുമ്പോ മിഞ്ചൊരു കുട്ടി മെനക്കെട്ട് അംഗച്ചെറുമൻ മാറു നിറച്ച് മുത്തം കൊടുക്കണതെന്തിനണ്ടേ പോലേലം 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 പോലേലേലം പോലേലം 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 പോലേലേലം ചന്ദന പൂവനം പിണടിയരികെ പോകണ നേരം ഒരു കൂട്ടം കന്നും മക്കളും തെരേ പോകണ നേരം പോലേലം പാടി നടക്കണ എന്റെ ചെറുമനെ കണ്ട നാണിച്ചു നിന്റെ ചെറുവിനെ കത്തിയെരിഞ്ഞതെന്തിനണ്ടേ ചന്ദന പൂവരം പിണരികരികെ പോകണ നേരം ഒരു കൂട്ടം കന്നും മക്കളും തെരേ പോകണ നേരം പോലേലം പാടി നടക്കണ എന്റെ ചെറുമനെ കണ്ടപ്പം